ദേശീയപാത നിർമ്മാണത്തിലെ അശാസ്ത്രീയമായ കുന്നിടിച്ചിലും അനാസ്ഥയും ഉത്തര കന്നഡയിൽ മാത്രം ഒതുങ്ങുന്നതല്ല. ചോദ്യങ്ങൾ പലതാണ്. ചോദ്യം 1, മണ്ണിടിച്ചിലിൽ സാധ്യതകളുള്ള ഇടങ്ങൾ പ്രത്യേകം മാർക്ക് ചെയ്ത് അടയാളപ്പെടുത്തിയിട്ടുണ്ടോ NHAI? ചോദ്യം നമ്പർ 2, ചരിച്ച് മണ്ണെടുക്കുന്നതിന് പകരം ലംബമായി കുന്നിടിക്കുന്നത് ശാസ്ത്രീയമായി ശരിയോ? ചോദ്യം നമ്പർ 3, ലംബമായി കുന്നിടിച്ച ഇടങ്ങളിൽ നിയന്ത്രണ ഭിത്തികൾ നിർമ്മിക്കുന്നത് ആരുടെ അനാസ്ഥ? ചോദ്യം നമ്പർ 4, മണ്ണിടിച്ചിൽ സാധ്യതയുള്ള ഇടങ്ങളിൽ മുന്നറിയിപ്പ് സംവിധാനങ്ങളുണ്ടോ? ചോദ്യം നമ്പർ 5, ഉരുൾപൊട്ടൽ സാധ്യത കണ്ടെത്താനായി ഏർപ്പെടുത്തുമെന്ന് പറഞ്ഞ ലാൻഡ്സ്ലൈഡ് ഡിറ്റക്ഷൻ സിസ്റ്റം എവിടെയാണ്? ചോദ്യം നമ്പർ 6, തുടർഭൂമ പഠനങ്ങൾ നടത്താത്തത് എന്തുകൊണ്ടാണ്? ചോദ്യം നമ്പർ 7, കൊട്ടിഘോഷിച്ച നാഷണൽ ഗ്രീൻ ഹൈവേ പോളിസി നടപ്പാക്കിയോ? ചോദ്യം നമ്പർ 8, നഷ്ടപരിഹാരം നൽകാൻ കരാർ കമ്പനിക്ക് ഉത്തരവാദിത്വമില്ലേ? ചോദ്യം നമ്പർ 9, ദേശീയപാതയിലെ ജലപാതകൾ സംരക്ഷിക്കുന്നുണ്ടോ? ചോദ്യം നമ്പർ 10, നമ്മുടെ പാതകൾ ശരിക്കും സുരക്ഷിതമോ? കർണാടകയിലെ അങ്കോലയ്ക്കടുത്ത ചിരൂർ മലഞ്ചെരുവിലാണ് കഴിഞ്ഞ 14 നാളായി കേരളത്തിന്റെ കണ്ണും കാതും. മലയാളി ഡ്രൈവർ കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുനു വേണ്ടിയുള്ള കാത്തിരിപ്പ്. ദേശീയപാത 66ലേക്ക് ഇടിഞ്ഞു വീണ മണ്ണുമല മാറ്റിയും പിന്നെ ഗംഗാവലി പുഴയിലും നടത്തിയ സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനം താൽക്കാലികമായി അവസാനിപ്പിച്ചെന്ന് കേൾക്കുമ്പോൾ നെഞ്ചുരുകി കേരളം ചോദിക്കുകയാണ്, ഞങ്ങളുടെ അർജുൻ എവിടെ? അതൊരു കുടുംബത്തിന്റെ മാത്രം വേദനയല്ല. സർവ്വലോക മലയാളികളുടെ മനസ്സിൽ ഒരു നെരിപ്പോട് പോലെ ആ ചെറുപ്പക്കാരനുണ്ട്. കേരളത്തിൽ നിന്ന് 250 കിലോമീറ്റർ മാത്രം അകലെയാണ് ചിരൂർ. കേരളത്തെ കർണാടകയും മഹാരാഷ്ട്രയും തമിഴ്നാടുമായെല്ലാം ബന്ധിപ്പിക്കുന്ന NH66ന്റെ പാതയോരത്താണ് ചിരൂർ കുന്നിന്റെ തലയെടുപ്പുള്ള നിൽപ്പ്. റോഡിന്റെ വശങ്ങളിലെ മൺതിട്ടകൾക്ക് നിശ്ചിത ചെരിവ് നൽകണം. മൺഭിത്തികൾ 90 ഡിഗ്രി ലംബമായി മുറിച്ചു നിർത്തരുത്. മഴവെള്ളവും ഉറവകളും ഒഴുകാൻ ആവശ്യമായ ചാലുകൾ വേണം. കുന്നുകൾക്കും പർവ്വതങ്ങൾക്കും അരികിലൂടെ റോഡ് നിർമ്മിക്കുമ്പോൾ പാലിക്കണമെന്ന ഇന്ത്യൻ റോഡ് കോൺഗ്രസ് നിശ്ചയിച്ച മാനദണ്ഡങ്ങളാണ് ഇവയൊക്കെ. ഇതൊന്നും പാലിക്കാതെയുള്ള റോഡ് നിർമ്മാണമാണ് 11 ജീവനുകളെ കാണാമറയത്ത് നിർത്തിയ ശിരൂർ മണ്ണിടിച്ചിലിന് കാരണമായതെന്നാണ് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കണ്ടെത്തൽ. ശിരൂർ കേരളത്തിനൊരു മുന്നറിയിപ്പാണ്. മഴയ്ക്കിടയിലും ദേശീയപാത 6 വരിയാക്കലിന്റെ പ്രവർത്തികൾ നാടൊട്ടുക്കും പുരോഗമിക്കുകയാണ്. മലയുടെ വശം കുത്തനെ വെട്ടിയിറക്കി റോഡ് പണി തുടരുന്നു. പലയിടത്തും റോഡ് മണ്ണിട്ടുയർത്തുന്നു. ചിലയിടത്ത് ചെങ്കുത്തായ രീതിയിൽ മണ്ണ് എടുത്തു മാറ്റി ആഴം കൂട്ടുന്നു. റിപ്പോർട്ടർ പരിശോധിക്കുന്നു, പാതയിൽ നാം സുരക്ഷിതരോ? റിസർച്ച് ഡെസ്ക് റിപ്പോർട്ടർ. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ 14 ജില്ലകളിലൂടെയും റിപ്പോർട്ടർമാർ നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയത് ഞെട്ടിപ്പിക്കുന്ന കാഴ്ചകളാണ്. 24 ഇടങ്ങളിൽ മണ്ണിടിച്ചിൽ സാധ്യതയുള്ളതായി റിപ്പോർട്ടർ കണ്ടെത്തി. വിവിധ ഇടങ്ങളിൽ നിന്ന് ഞങ്ങളുടെ റിപ്പോർട്ടർമാർ തത്സമയം ചേരുന്നു. സാനിയു മനോമി മലപ്പുറത്തു നിന്നും വടക്കൻ കേരളത്തിലെ വിശേഷങ്ങൾ പങ്കുവയ്ക്കും. ഷിപാൽ തിരുവനന്തപുരത്ത് നിന്നും തെക്കൻ കേരളത്തിലെയും TV പ്രസാദും തിരുവനന്തപുരത്ത് നിന്നും നമുക്കൊപ്പം ചേരും. പത്തനംതിട്ടയിൽ നിന്ന് പ്രവീൺ പുരുഷോത്തമനുമുണ്ട്. ഒപ്പം അതിഥികളായി ഉപേന്ദ്രൻ നാരായൺ, റോഡ് സുരക്ഷാ വിദഗ്ധൻ, പൊതുപ്രവർത്തകൻ ഡിജോ കാപ്പൻ, വർഗീസ് കണ്ണമ്പള്ളി, കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് എന്നിവരും നമുക്കൊപ്പം ചേരും തത്സമയം. ആദ്യം വടക്കൻ കേരളത്തിലേക്ക് പോകുന്നു. അവിടെ സാനിയു മനോമിയുണ്ട്. സാനിയു മനോമി, വടക്കൻ കേരളത്തിൽ പ്രത്യേകിച്ച് കണ്ണൂരിലും കാസർഗോഡും കോഴിക്കോടും വയനാടും അടക്കം വലിയ ഭീഷണിയുണ്ട്. ദേശീയപാതയിലും സംസ്ഥാന പാതയിലും മണ്ണിടിച്ച് ദേശീയപാത നിർമ്മിച്ച ഇടങ്ങളിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലിലും. മലപ്പുറത്ത് ഇടിമുഴിക്കലിൽ ദേശീയപാതയ്ക്കായി മണ്ണെടുക്കുന്നത് അശാസ്ത്രീയമായിട്ടാണ്. കഴിഞ്ഞ 2 വർഷത്തിനിടെ ഒട്ടേറെ അപകടങ്ങളാണ് ഇവിടെ ഉണ്ടായത്. മണ്ണെടുത്ത സ്ഥലങ്ങളിൽ അപായ സൂചന ബോർഡുകൾ പോലുമില്ല എന്നുള്ളതും നമ്മൾ കണ്ടു. കാസർഗോഡ് മണ്ണിടിയുന്നത് കണ്ടു, വടകരയിൽ മണ്ണിടിയുന്നത് കണ്ടു. ഇതൊരു തുടർക്കഥയാകാൻ പോവുകയാണോ? ശിരൂർ മാതൃകയിലുള്ള മണ്ണിടിച്ചിൽ കേരളത്തിലും അപായ സൂചന നൽകുന്നുണ്ടോ?
അങ്ങനെ തന്നെ വേണം കരുതാൻ. അതായത് ശിരൂർ അകലെയല്ല, നമ്മുടെ കേരളത്തിലും ഇത്തരത്തിലുള്ള റോഡുകൾ, ദേശീയപാതയുടെ ഭാഗമായുള്ള റോഡുകളിൽ അപകടങ്ങൾ പതിയിരിക്കുന്നുണ്ട് എന്നാണ് നമ്മൾ ഇന്ന് നടത്തിയ അന്വേഷണത്തിൽ വടക്കൻ കേരളത്തിൽ പൂർണ്ണമായും മനസ്സിലാകുന്നത്. ആദ്യം നമ്മൾ മുക്കാളി എടുത്താൽ, അതായത് വടകരയ്ക്കടുത്തുള്ള മുക്കാളി എന്ന് പറയുന്ന സ്ഥലം, അവിടെ മണ്ണിടിഞ്ഞിട്ട് ദേശീയപാതയ്ക്ക് വേണ്ടി എടുത്ത മണ്ണ് ഇടിഞ്ഞ് റോഡിലേക്ക് വീണിട്ട് 1 മാസം കഴിയുകയാണ്. അതായത് മണ്ണെടുത്ത ഭാഗത്ത് ചെങ്കുത്തായി മണ്ണെടുക്കുകയായിരുന്നു. ആ ഭാഗത്ത് സോയിൽ നെയിലിംഗ് എന്ന് പറയുന്ന ഒരു സംവിധാനം ഉപയോഗിച്ച് സിമന്റ് പൂശുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണാനിടയായത്. അതായത് ചെറിയ കമ്പികൾ അടിച്ചു കയറ്റി അതിലേക്ക് ഒരു വല പോലെ ചെയ്ത് അതിന് മുകളിലേക്ക് സിമന്റ് പൂശുന്ന ചെറിയൊരു രീതി. അങ്ങനെ മാത്രം ചെയ്താൽ കേരളത്തിലെ മണ്ണിന് അത് താങ്ങാൻ കഴിയില്ല. കാരണം മണ്ണ് നല്ല മഴയുള്ള സമയമാണ്. മണ്ണ് ജലം കുടിക്കുകയും അങ്ങനെ അത് മണ്ണ് പുറകിലേക്ക് തിങ്ങി റോഡിലേക്ക് മറിഞ്ഞു വീഴുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് മുക്കാളിയിൽ നിന്ന് കണ്ടത്. അത് നേരത്തെ തന്നെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. ദേശീയപാത അതോറിറ്റിയുടെ അടക്കം ശ്രദ്ധയിൽ ഈ രീതിയല്ല നമുക്ക് അവലംബിക്കേണ്ടത് എന്ന് പെടുത്തിയിരുന്നെങ്കിലും അതൊന്നും ശ്രദ്ധിക്കാതെ വകാട് പോലുള്ള കമ്പനികൾ അശാസ്ത്രീയമായി മണ്ണെടുക്കുകയും അതിനുശേഷം ആ ചുമരിനെ, അതായത് വാളിനെ സുരക്ഷിതരാക്കുന്നു എന്ന് പറയുകയും ചെയ്യുകയാണ് ഉണ്ടായത്. മാത്രവുമല്ല, ഈ കുന്നിടിഞ്ഞതിന് ശേഷം റീടൈനിങ് വാൾ കെട്ടുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ നടന്നെങ്കിലും അത് എവിടെയും എത്തിയില്ല എന്നതാണ്. മറ്റൊന്ന് കുന്നിയോറമലയിലും വ്യാപകമായി മണ്ണിടിച്ചിൽ ഉണ്ടാകുന്നു. അതായത് അവിടെയുള്ള വീടുകളുണ്ട്, ഈ പല കുന്നിന് മുകളിലും വീടുകളുണ്ട്. അവയ്ക്കെല്ലാം ഇത് ഭീഷണിയായി മാറുന്ന സാഹചര്യമുണ്ട്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ കോഴിക്കോട് ജില്ലയിൽ ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാകുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന സ്ഥലം ഈ കുന്നിയോറമലയും അതുപോലെ നേരത്തെ പറഞ്ഞ വടകരയിലെ സ്ഥലങ്ങളും ഒക്കെയാണ്. ഈ പ്രദേശങ്ങളിലൊക്കെ സോയിൽ നെയിലിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. അതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. കേരളത്തിലെ ഒരു അവസ്ഥയ്ക്ക്, അതായത് കേരളത്തിലെ പരിസ്ഥിതിക്ക് അതൊരിക്കലും യോജിച്ച രീതിയല്ല. കാരണം ചെരിഞ്ഞ വാളുകൾ, റീടൈനിങ് വാളുകൾ ഉണ്ടാക്കുക എന്നതാണ് നല്ല രീതി എന്നാണ് ചിലരൊക്കെ പറയുന്നത്. പക്ഷേ ഈ കുത്തനെയുള്ള റീടൈനിങ് വാളുകൾ നേരത്തെ നമ്മൾ പന്തീരാങ്കാവിലടക്കം കണ്ടതാണ്. അവിടെ നാഷണൽ ഹൈവേക്ക് സമീപത്ത് കുത്തനെയുള്ള റീടൈനിങ് വാളുകൾ ഉണ്ടാക്കിയതിൻ്റെ ഫലമായി ആ റീടൈനിങ് വാളുകൾ ഒരു മഴ പെയ്യുമ്പോഴേക്കും തകർന്ന് തൊട്ടടുത്തുള്ള നിരവധി വീടുകൾക്ക് മുകളിലേക്കാണ് വീണത്. അന്ന് അവിടെ ആളുകളില്ലാത്തത് കൊണ്ട് മാത്രമാണ് വലിയ അപകടമുണ്ടായത്. ഇനി മലപ്പുറത്തേക്ക് വന്നാൽ ഇടിമൂഴിക്കലിലെ സാഹചര്യം അതിലും ഗൗരവതരമായതാണ്. കാരണം അവിടെ ഈ മണ്ണിടിച്ചിൽ കാണാതിരിക്കാനായി ടാർപോളിൻ ഷീറ്റ് കൊണ്ട് മറച്ചു വെച്ചിരിക്കുന്നതാണ്. വലിയ മഴയുണ്ടാകുമ്പോൾ ഈ മണ്ണിടിച്ചിൽ ഉണ്ടാകാതിരിക്കാൻ, അല്ലെങ്കിൽ വലിയ മഴ മണ്ണിലേക്ക് ഇറങ്ങാതിരിക്കാനാണ് ടാർപോളിൻ കൊണ്ട് മറച്ചു വെച്ചിരിക്കുന്നത് എന്നാണ് വിശദീകരണം. പക്ഷേ അവിടെ ഇപ്പോൾ 12 ദിവസത്തിലേറെയായി മണ്ണിടിച്ചിൽ കാരണം ദേശീയപാത അടച്ചിട്ടിരിക്കുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ തുറന്നെങ്കിലും വലിയ കുഴികളും മറ്റും രൂപപ്പെട്ട് അതിലൂടെ യാത്ര പോലും സാധ്യമല്ലാത്ത രീതിയിൽ അതിന്റെ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. വലിയ മീറ്ററുകളോളം വലുപ്പത്തിൽ, മീറ്ററുകളോളം നീളത്തിൽ അവിടെയും റീടൈനിങ് വാളുകൾ നിർമ്മിക്കുന്നുണ്ടെങ്കിലും ആ റീടൈനിങ് വാളുകൾ ഒന്നും തന്നെ സുരക്ഷിതമല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം പലതിലും വിള്ളൽ വീണിട്ടുണ്ട്. മാത്രവുമല്ല, നേരെ കുത്തനെ ഒരു റീടൈനിങ് വാൾ ഉണ്ടാക്കിയാൽ ആ കുന്ന് ഇടിഞ്ഞു വരുമ്പോൾ ആ റീടൈനിങ് വാളിൽ താങ്ങാൻ കഴിയുമോ എന്നുള്ള ചോദ്യവും അവിടെ നിലനിൽക്കുകയാണ്. അത് മറ്റൊരു രീതിയിൽ ശാസ്ത്രീയമായല്ലേ നിർമ്മിക്കേണ്ടത് എന്നുള്ള എഞ്ചിനീയറിംഗ് തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ അവിടെ ബാക്കി നിൽക്കുകയാണ്. ഏതായാലും ഈ മലബാർ മേഖലയിലെ ഒരു കാര്യം ഇങ്ങനെയാണ്. അതായത് കാസർഗോഡ് തൊട്ട് മലപ്പുറം വരെയുള്ള സ്ഥലങ്ങളിലൊന്നും തന്നെ എവിടെയും സുരക്ഷിതമല്ല. പലയിടത്തും മണ്ണിടിഞ്ഞു വീഴുന്നു എന്നുള്ളതാണ് നമുക്ക് ഇന്നത്തെ ലൈവ് ടോണിൽ കാണാൻ കഴിയും. ശരിയാണ്. കാലാവസ്ഥ തെറ്റി, കാലം തെറ്റി പെയ്യുന്ന മഴയും വർഷമുടനീളം പെയ്തു നിൽക്കുന്ന ജലപാതങ്ങളുമുള്ള കേരളത്തിൽ ഇത്തരത്തിലാണോ ദേശീയപാത നിർമ്മിക്കേണ്ടത് എന്ന ചോദ്യം വളരെ പ്രസക്തവുമാണ്. തിരുവനന്തപുരത്തും സ്ഥിതി മറ്റൊന്നല്ല. ദേശീയപാതയിൽ ഭീഷണിയായി ഒരുപാട് കുന്നുകൾ ഇടിച്ചതുണ്ട്. വെള്ളാർ മുതൽ കാരോട് വരെ ദേശീയപാതയിൽ അപകട ഭീഷണിയാകുന്ന കാഴ്ചകളും നമ്മൾ കണ്ടു. 90 ഡിഗ്രിയിലാണ് പല കുന്നുകളും ഇടിച്ചിറക്കിയിരിക്കുന്നത്. കുന്നുകൾ ഇടിയാതിരിക്കാൻ നിർമ്മിച്ച സുരക്ഷാ മതിലുകൾ പോലും സുരക്ഷിതമല്ലെന്ന് ഞങ്ങളുടെ കാഴ്ചയിൽ കണ്ടെത്തി. റോഷിപാലും TV പ്രസാദും ചേരുന്നുണ്ട്. ആദ്യം TV പ്രസാദിലേക്ക്. TV പ്രസാദ്, പലയിടങ്ങളിലും ചെറിയ തരത്തിലുള്ള ഈ സിമന്റ് വെച്ചുള്ള സ്പ്രേ ഒക്കെയാണ് ഈ റീറ്റെയിലിംഗ് വാളിന് പകരം ഉപയോഗിച്ചിരിക്കുന്നത്. കരാർ കമ്പനി കോടികൾ ലാഭമുണ്ടാക്കുമ്പോൾ സാധാരണ ജനങ്ങളുടെ ജീവന് ഭീഷണിയാവുന്നു. മറ്റൊരു ശിരൂർ മലയിലെ ഇടിച്ചിൽ കേരളത്തിലെ ദേശീയപാതയിൽ എപ്പോഴും സംഭവിക്കുന്ന സാഹചര്യമല്ലേ? എന്താണ് തെക്കൻ കേരളത്തിലെ കാഴ്ചകൾ? ഗുരുതരമായ സാഹചര്യം തന്നെയാണ് അരുൺ തെക്കൻ കേരളത്തിൽ നിന്ന് നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത്. അതായത് ഒരു അപകടം ഉണ്ടാകുന്നില്ല എന്ന് കരുതി ഇതൊക്കെ സുരക്ഷിതമാണ് എന്നിവരൊക്കെ ചിന്തിച്ചു പോകുന്നു എന്നുള്ളിടത്താണ് അതിൻ്റെ ഏറ്റവും വലിയ സങ്കടം നിൽക്കുന്നത്. അവരോടിപ്പോൾ പറഞ്ഞതുപോലെ നമ്മുടെ കഴക്കൂട്ടത്ത് നിന്ന് തുടങ്ങി കാരോട് വരെ നീളുന്ന ദേശീയപാതയുണ്ട്, 4 വരിയായി പണി കഴിപ്പിച്ച്. നേരത്തെ തന്നെ, അതായത് കേരളത്തിൽ നിന്ന് കാസർഗോഡ് നിന്ന് തുടങ്ങുന്ന പാത പണി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പണി പൂർത്തീകരിച്ച ഒരു പാതയാണ്. ആ പാതയിൽ പലയിടങ്ങളിലും വലിയ കുന്നുകൾക്കിടയിലൂടെയാണ് ഈ റോഡ്
റോഡുകൾ കടന്നു പോകുന്നത്. സ്വാഭാവികമായും അങ്ങനെ കുന്നു കീറി അതിനിടയിലൂടെ റോഡ് പോകുന്ന സമയത്ത് അതിൻ്റെ അരികിലുള്ള കുന്നുകൾ പിന്നീട് ഇടിയാത്ത വിധം സംരക്ഷിക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമായും കരാറുകാരൻ്റെ ഉത്തരവാദിത്തം തന്നെയാണ്. അങ്ങനെ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കേണ്ടുന്ന ഉത്തരവാദിത്തം നാഷണൽ ഹൈവേ അതോറിറ്റിയുടേത് തന്നെയാണ്. പക്ഷേ അതൊന്നും ഉണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല, ഏത് നിമിഷം വേണമെങ്കിലും നിലം പൊത്താവുന്ന രീതിയിലാണ് അതെല്ലാം കിടക്കുന്നത്. 90 ഡിഗ്രിയിൽ ഇങ്ങനെ കിടക്കുകയാണ്. ഗുഹ പോലെയുള്ള വലിയ ദ്വാരങ്ങളാണ് അതിൻ്റെ അടിയിലേക്ക്. നേരത്തെ അരുണ് പറഞ്ഞതുപോലെ ഇരുമ്പ് നെറ്റ് കെട്ടിയുള്ള സിമൻറ്റ് സ്പ്രേയിങ് ആണ് അതിനുപയോഗിക്കുന്നത്. പലയിടത്തും ഇപ്പോൾ തന്നെ വിണ്ട് കീറിക്കഴിഞ്ഞു. ഒരു മർദ്ദം അതിൻ്റെ മുകളിൽ വന്നാൽ, അതല്ലെങ്കിൽ വലിയ മഴ വന്ന് ആ മണ്ണൊന്ന് നനഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായും അത് പതിക്കുന്നത് താഴേക്കായിരിക്കും. ഈ കാലത്തിനിടയിൽ സംഭവിച്ചില്ല എന്നുള്ളത് അത് ആരുടെയോ ഭാഗ്യം കൊണ്ടാണെന്ന് പറയേണ്ടി വരും. ഇത് ഒരൊറ്റ റോഡിലെ മാത്രം കാഴ്ചയല്ല അരുൺ. പൊന്മുടിയിലേക്ക് പോകുന്ന റോഡ് എടുത്തു കഴിഞ്ഞാൽ എന്നും അവിടെ മണ്ണിടിച്ചിലാണ്. മഴയൊന്ന് പെയ്താൽ അപ്പോൾ വരുന്ന പ്രസ് റിലീസ് പൊന്മുടിയിലേക്കുള്ള ഗതാഗതം നിരോധിച്ചിരിക്കുന്നു. കാരണം മറ്റൊന്നുമല്ല, വലിയ ചെങ്കുത്തായ മലനിരകളിൽ നിന്ന് വീഴുന്ന വലിയ കൂറ്റൻ കല്ലുകൾ അല്ലെങ്കിൽ മണ്ണ്, ഇത് രണ്ടും ചേർന്ന് റോഡിലേക്ക് വീഴുകയും ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടുകയുമാണ്. അതുവഴി ഈ സംഭവം നടക്കുന്ന സമയത്ത് ഒരു വാഹനം പോയിരുന്നുവെങ്കിൽ ആ വാഹനം അതിൻ്റെ അടിയിലാവുകയും വലിയ ദുരന്തം സംഭവിക്കുകയും ചെയ്യും. നേരത്തെ നമ്മൾ വയനാട്ടിൽ കണ്ടതാണ്. വലിയൊരു കല്ല് ഉരുണ്ട് വീണ് ഒരു ബൈക്കുകാരൻ മരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമ്മളെല്ലാവരും കണ്ടതാണ്. ഇത് തന്നെയാണ് തിരുവനന്തപുരം ജില്ലയിലൂടെ കടന്നു പോകുന്ന മിക്ക റോഡുകളിലും ഉള്ളത് എന്നതാണ് സങ്കടം. ഒരുപക്ഷെ ഒരു ശിരൂർ ആവർത്തിച്ചാൽ മാത്രമേ ഇവർക്ക് കണ്ണു തുറക്കുകയുള്ളൂ എന്നുള്ളതാണ് നാട്ടുകാരുടെ പേടി. പലയിടങ്ങളിലും സംസ്ഥാന പാതയിലടക്കം ഇത്തരത്തിൽ വലിയ വ്യാപകമായ രീതിയിലുള്ള മണ്ണെടുപ്പുണ്ടായിട്ടുണ്ട്, കുന്നിടിക്കലുണ്ടായിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ലംബമായി കുന്നിടിച്ചിറക്കുക, അവിടെ റിട്ടൻഷൻ വാളുകൾ കെട്ടാതിരിക്കുക, സർക്കാർ നേരത്തെ പ്രഖ്യാപിച്ചിരിക്കുന്ന രീതിയിലുള്ള ഒരു സുരക്ഷാ മാനദണ്ഡങ്ങളും ഇല്ലെന്ന് മാത്രമല്ല, മണ്ണിടിച്ചിൽ സാധ്യതയുണ്ടെന്നുള്ള അപകട ബോർഡ് പോലും പലയിടങ്ങളിലും ഉണ്ടാവാതിരിക്കുക. ഇതൊക്കെയല്ലേ നാം കണ്ട കാഴ്ചകൾ? റോഷിപാൽ. അരുൺകുമാർ, ഒന്ന്, ഈ ദേശീയപാതയ്ക്ക് വേണ്ടിയുള്ള സ്ഥലം ഏറ്റെടുപ്പ് തന്നെ അശാസ്ത്രീയമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ നിർമ്മാണം ഈ തരത്തിലേക്ക് എത്തിയതെന്ന് കരാർ കമ്പനികളുടെ വാദമുണ്ട്. കാരണം 45 മീറ്റർ ദേശീയപാതയ്ക്ക് വേണ്ടി സ്ഥലം ഏറ്റെടുക്കുമ്പോൾ അതിൻ്റെ സർവീസ് റോഡ് അടക്കമുള്ള അതിനുവേണ്ടി മാത്രം സ്ഥലം ഏറ്റെടുക്കുന്നു. പക്ഷേ ഇത്തരത്തിൽ കുന്നുകളുള്ള സ്ഥലത്ത് അവിടെ ചെരിഞ്ഞ രീതിയിൽ ഈ സുരക്ഷാ ഭിത്തി നിർമ്മിക്കാവുന്ന തരത്തിൽ കൂടുതൽ സ്ഥലം ഏറ്റെടുക്കാൻ ഈ ദേശീയപാത അതോറിറ്റി തയ്യാറായി അത്തരത്തിലൊരു ശാസ്ത്രീയ പഠനം ദേശീയപാത അതോറിറ്റി ചെയ്തിട്ടുമില്ല. അതുകൊണ്ട് എല്ലായിടത്തും ഒരേപോലെ സ്ഥലം ഏറ്റെടുത്തു. അതുകൊണ്ട് തന്നെ ഏറ്റെടുത്ത സ്ഥലം കാണിച്ചാൽ അതിൻ്റെ രേഖ നൽകുമ്പോൾ ആ ഏറ്റെടുത്ത സ്ഥലത്തിനനുസരിച്ചാണ് ഇവർ റോഡ് നിർമ്മിക്കുന്നത്. അപ്പോൾ അവിടെ 90 ഡിഗ്രി കുത്തനെ കുന്ന് ഇടിച്ചു നിരത്തി അവിടെ ദേശീയപാത നിർമ്മിക്കുന്നു. ഇതാണ് കരാർ കമ്പനികൾ, പ്രധാനപ്പെട്ട കരാർ കമ്പനികളുടെ ടെക്നിക്കൽ വിഭാഗവുമായി സംസാരിക്കുമ്പോൾ അവർ നൽകുന്ന വിശദീകരണം. അതുകൊണ്ട് തന്നെയാണ് അപകടത്തിൻ്റെ കാരണവും. മാത്രവുമല്ല, ഈ കരാറിനൊപ്പം ഇത് നൽകുന്നത്. അവിടെ പ്രത്യേകമായി സംരക്ഷണ ഭിത്തി നിർമ്മിക്കാനുള്ള നിർദ്ദേശവും ദേശീയപാത അതോറിറ്റി നൽകുന്നില്ല. കാരണം സംസ്ഥാനത്തിൻ്റെ നേരത്തെ സാനിയോ ഉൾപ്പെടെ സൂചിപ്പിച്ചതുപോലെ സംസ്ഥാനത്ത് കനത്ത മഴ പെയ്യുന്നതാണ്, കാലാവസ്ഥ വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ തരത്തിൽ സിമൻറ്റ് കൊണ്ട് പൊതിഞ്ഞ് നിർത്താൻ പറ്റില്ല. അവിടെ വലിയ ഭിത്തി തന്നെ കെട്ടണം, കോൺക്രീറ്റ് സംരക്ഷണ ഭിത്തി നിർമ്മിക്കണം എന്ന നിലപാടാണ് സംസ്ഥാനത്തുള്ള മുഴുവൻ ഈ ദേശീയപാതയുമായി ബന്ധപ്പെട്ട് പാതയിലുമുണ്ട് ഇതേ വിഷയം. പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ പ്ലാച്ചേരി മുതൽ പത്തനംതിട്ട മൈലപ്ര വരെയുള്ള ഭാഗങ്ങളിൽ പലയിടത്തും കുന്നുകൾ ഇടിച്ചാണ്, അതും അശാസ്ത്രീയമായിട്ടാണ് റോഡ് നിർമ്മിച്ചിട്ടുള്ളത്. കുന്നുകൾ ഇടിച്ചു എന്നതൊഴിച്ചാൽ അവശേഷിക്കുന്ന ഭാഗം ഇടിയാതിരിക്കുന്നതിനുള്ള ശാസ്ത്രീയമായ ഒരു സുരക്ഷാ മാർഗവും റാന്നി മുതൽ മൈലപ്ര വരെയുള്ള ഭാഗങ്ങളിൽ ചെയ്തിട്ടില്ല. കാത്തിരിക്കുന്നത് വലിയ ദുരന്തമാണെന്ന് പ്രവീൺ പുരുഷോത്തമൻ കാട്ടിത്തരുന്നു. പ്രവീൺ, കണ്ട കാഴ്ചകൾ എന്താണ് പത്തനംതിട്ടയിലുടനീളം? അരുൺ, പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാത പത്തനംതിട്ടയിലൂടെ കടന്നു പോകുന്ന പ്രധാനപ്പെട്ട ഇടങ്ങളിലെല്ലാം വലിയ കുന്നുകൾ ഇടിച്ചാണ് ഈ റോഡ് നിർമ്മാണം നടത്തിയിട്ടുള്ളത്. നേരത്തെ ഉണ്ടായിരുന്ന റോഡിന്റെ സ്ഥാനത്ത് പകരം വീതി കൂട്ടിയാണ് ഇപ്പോൾ കാണുന്ന നിലവാരത്തിലേക്ക് ഈ റോഡ് കരാറുകാർ എത്തിച്ചിട്ടുള്ളത്. അതേസമയം തന്നെ പത്തനംതിട്ട ജില്ല ഒരു മലയോര ജില്ലയാണ്. ഈ സ്ഥലം ഏറ്റെടുക്കുന്ന സമയത്ത് കൂടുതലും കുന്നുകളുള്ള ഭാഗമൊക്കെ ഈ റോഡ് വികസനത്തിന്റെ ഭാഗമായി ഏറ്റെടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ കാര്യങ്ങൾ അങ്ങനെയാണെങ്കിൽ പോലും കുന്നുകൾ നേരത്തെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ തന്നെ 90 ഡിഗ്രി ചരിവിൽ തന്നെയാണ് എല്ലായിടങ്ങളിലും ഈ കുന്ന് ഇടിച്ച് നിരത്തിയിരിക്കുന്നത്. അതിന്റെ മുകൾ ഭാഗത്തൊക്കെ വീടുകൾ ഉണ്ടെന്നുള്ളതാണ് ഏറ്റവും
പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യം. ആ വീട്ടുകാരുടെ ഒരു സുരക്ഷ കൂടി എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ മഴയൊക്കെ ഉള്ള ഒരു സമയമാണ്. നാം മണ്ണ് ഉൾപ്പെടെ പ്രാഥമികമായി പരിശോധിച്ച് നോക്കിയിരുന്നു. മണ്ണെല്ലാം ഈ ജലത്തിൽ കുതിർന്ന് ഇരിക്കുന്ന ഒരവസ്ഥയാണ്. കാലങ്ങൾ കഴിയുമ്പോൾ മണ്ണ് ദുർബലമാവുകയും ഈ സംസ്ഥാന പാതയിലേക്ക് തന്നെ വലിയ കുന്ന് ഇടിഞ്ഞു വീഴാനുള്ള ഒരു സാധ്യതയുമുണ്ട്. അതുമാത്രവുമല്ല, ഈ കുന്നിന്റെ മുകൾ ഭാഗത്തുള്ള വീടുകളൊക്കെ അപകടാവസ്ഥയിലാണ് എന്ന് തന്നെ പറയാം. മറ്റൊന്ന്, റോഡിന്റെ വശങ്ങളിൽ കരിങ്കല്ലുകൾ കൂട്ടിയിട്ട് നെറ്റ് കെട്ടി ഉറപ്പിച്ചിരിക്കുന്ന ഒരു സംവിധാനമാണ് നിലവിൽ പത്തനംതിട്ട ജില്ലയിൽ പലയിടങ്ങളിലും ഈ സംസ്ഥാന പാതയോരത്ത് കണ്ടുവരുന്നത്. അത് റോഡിന്റെ ഉയരം 8 മീറ്ററോളമൊക്കെ വർദ്ധിപ്പിച്ചപ്പോൾ താഴെയൊക്കെ വലിയ റബ്ബർ തോട്ടമാണ്, കുഴികളാണ്. ഈ റോഡിന്റെ ഭിത്തി എന്നുള്ളത് കരിങ്കൽ കെട്ടിയടുക്കി വെച്ച് അവിടെ നെറ്റ് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരു കാര്യം മാത്രമാണ്. പല വീട്ടുകാരും ഈ റോഡിന്റെ ഉയരം വർദ്ധിച്ചപ്പോൾ അവരുടെ വീട് കുഴിയിലായിപ്പോയി. അപ്പോൾ പലപ്പോഴും അധികൃതർക്ക് ഈ കുടുംബാംഗങ്ങൾ തന്നെ പരാതി നൽകിയിരുന്നു. കാരണം ഈ കരിങ്കല്ലിങ്ങനെ കെട്ടിവെച്ചിരിക്കുന്നതിന്റെ ഉറപ്പിൽ തങ്ങൾക്ക് സംശയമുണ്ട്. അതുകൊണ്ട് അത് മാറ്റി കോൺക്രീറ്റ് ഭിത്തി തന്നെ വേണമെന്ന് ഒരാവശ്യം വീട്ടുകാർ ഉന്നയിച്ചിരുന്നു. അങ്ങനെ പലയിടങ്ങളിലും ഇങ്ങനെ പരാതി കൊടുത്ത വീട്ടുകാരുടെ ആ ഭാഗം മാത്രം ഈ കല്ല് അടുക്കി വെച്ചിരുന്ന ആ ഒരു സമ്പ്രദായം മാറ്റി പൂർണ്ണമായും കോൺക്രീറ്റിംഗിലേക്ക് മാറിയിട്ടുണ്ട്. ഇങ്ങനെ രണ്ട് രീതിയിലാണ് മറ്റൊന്ന്, പരാതി കൊടുക്കുന്ന ചില ഒറ്റപ്പെട്ട ആളുകളുടെ മാത്രം പരിസരത്ത് റിട്ടൻഷൻ വാളുകൾ ഉണ്ടാക്കുന്നു. അതല്ലല്ലോ നമ്മളുടെ ദേശീയപാത നിർമ്മാണത്തിന്റെ നയം. നമുക്കിതിനെക്കുറിച്ച് ആഴത്തിൽ പരിശോധിക്കാൻ നമുക്കൊപ്പം അതിഥികൾ കൂടി ചേരുന്നുണ്ട്. ഇടവേളയ്ക്ക് ശേഷം ഉപേന്ദ്രൻ നാരായൺ, റോഡ് സുരക്ഷാ വിദഗ്ധൻ; ഡിജോ കാപ്പൻ, സാമൂഹ്യ പ്രവർത്തകൻ; കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷന്റെ പ്രസിഡന്റ് വർഗീസ് കണ്ണമ്പള്ളി എന്നിവർ ചേരും. ഷോർട്ട് ബ്രേക്ക്. വെൽക്കം ബാക്ക് ടു ദ ഡിബേറ്റ്. ശിരൂർ ദുരന്തം എപ്പോൾ വേണമെങ്കിലും നമ്മുടെ ചുറ്റുവട്ടത്തും സംഭവിക്കാം. ഇന്നലെ അർജുനെങ്കിൽ ഇന്ന് നമ്മളോ നമ്മുടെ ബന്ധുക്കളോ ആവാം. നമുക്കൊപ്പം ഉപേന്ദ്രൻ നാരായൺ, റോഡ് സുരക്ഷാ വിദഗ്ധൻ; ഡിജോ കാപ്പൻ, സാമൂഹ്യ പ്രവർത്തകൻ; വർഗീസ് കണ്ണമ്പള്ളി, കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് എന്നിവർ ചേരുന്നു. ആദ്യം ഡിജോ കാപ്പനിലേക്ക്. ഡിജോ കാപ്പൻ, ഈ കാഴ്ചകൾ നമ്മളെ വല്ലാതെ ഭയപ്പെടുത്തുന്നവയാണ്. പക്ഷേ ഇപ്പോഴും കൃത്യമായി ദേശീയപാത നിർമ്മാണത്തിന് നയമുണ്ടായിട്ടും 2015 കൊണ്ടുവന്നൊരു നയമുണ്ട്, ഈ നാഷണൽ ഗ്രീൻ ഹൈവേ പോളിസി. അത് നടപ്പിലാക്കിയിട്ടില്ല. ഗ്യാപ്പ് റോഡിൽ ഇടുക്കിയിൽ വലിയ മണ്ണിടിച്ചിലുണ്ടായപ്പോൾ അന്ന് വലിയ രീതിയിലുള്ള പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടായി. ലാൻഡ് സ്ലൈഡ് ഡിറ്റക്ഷൻ സിസ്റ്റം കൊണ്ടുവരുമെന്നായിരുന്നു അന്ന് പറഞ്ഞത്. പലപ്പോഴും ഈ 90 ഡിഗ്രിയിൽ ലംബമായി കുന്നിടിക്കാതെ ചരിച്ചു നിർമ്മിക്കണമെന്നുള്ള നിർദ്ദേശങ്ങൾ ഉണ്ടായിട്ടും പലയിടത്തും അത് പാലിക്കുന്നില്ല എന്ന് മാത്രവുമല്ല, വേണ്ടത്ര നിയന്ത്രണ ഭിത്തികൾ, റിട്ടൻഷൻ വാളുകൾ കിട്ടുന്നതുമില്ല. ഞാൻ ശിരൂർ പോയപ്പോൾ ഒരു കാഴ്ച കണ്ടു, ഡിജോ കാപ്പൻ. ഈ മണ്ണിടിഞ്ഞ സ്ഥലത്ത് നിന്ന് ഒരു 50 മീറ്റർ മാറി നൂറ്റാണ്ടിന് മുൻപ് ബ്രിട്ടീഷുകാർ നിർമ്മിച്ച കരിങ്കല്ല് കൊണ്ട് നിർമ്മിച്ചൊരു റിട്ടൻഷൻ വാളുണ്ട്. അതിലൊരു ഭാഗം പോലും ഇപ്പോഴും ഇളകിയിട്ടില്ല. അവിടേക്കൊരു മണ്ണ് പോലും മലയിടിഞ്ഞ് വീണിട്ടുമില്ല. പക്ഷേ ഇതെല്ലാം ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഈ ദേശീയപാത വികസനത്തിൻ്റെ മറവിലാണ്. എന്താണ് നമുക്ക് ചുറ്റും സംഭവിക്കുന്നത് ഡിജോ കാപ്പൻ? എത്രമാത്രം സുരക്ഷിതമാണ് നമ്മുടെ ദേശീയപാതകൾ? കാരണം എന്തായാലും ഒരു മലയാളി കർണാടകത്തിൽ മരിച്ചിട്ട് റിപ്പോർട്ടർ ചാനൽ അതിനകത്ത് കാണിക്കുന്ന ഒരു തീവ്രമായ വികാരം ഞാൻ പ്രേക്ഷകർക്ക് വേണ്ടി അതിൻ്റെ ഒരു സന്തോഷം ഞാൻ പങ്കിടുകയാണ്. ബഡ്ജറ്റ് ദിവസം പോലും നിങ്ങൾ അവിടുന്ന് ക്യാമറയുടെ കണ്ണ് മാറ്റാതിരുന്നു എന്നുള്ളത് പ്രത്യേകം പ്രശംസനീയം തന്നെയാണ്. അതുകൊണ്ട് തന്നെ തർക്കമില്ല. പിന്നെ നമ്മൾ ദേശീയപാതയുടെ കാര്യത്തിലേക്ക് വന്നാൽ, ഇവിടെ സയൻറ്റിഫിക് സ്റ്റഡി നടക്കുന്നില്ല, പാരിസ്ഥിതികാഘാത പഠനം പേരിന് നടക്കുന്നു എന്നുള്ളതാണ്. ഇപ്പം അരുൺ പറഞ്ഞതുപോലെ ഇവിടെ നമ്മൾ ഈ പോകുന്ന വഴിക്കൊക്കെ കാണാം, നേരെ വെർട്ടിക്കലായിട്ടാണ് പണിത് വെച്ചിരിക്കുന്നത്. വെർട്ടിക്കലായിട്ട് പണിതായത് ചരിച്ചു വെച്ച് കഴിഞ്ഞാൽ ഈ ഇടിച്ചിലിൻ്റെ ആഘാതം കുറയും. പക്ഷേ ഇവിടെയൊക്കെ നമ്മൾ നിങ്ങൾ കാണിച്ച ഒലിച്ചു വന്നതെന്നാണ് പറയുന്നത്. കൂടെ തന്നെ വളരെ കുറവുള്ള പ്രതലവും കൂടെയാണെന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ചെറിയൊരു സാങ്കേതിക തടസ്സമുണ്ട്. ഞാൻ അങ്ങയിലേക്ക് വളരെ പെട്ടെന്ന് തിരിച്ചു വരാം. അവിടെ മഴ പെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. വളരെ പെട്ടെന്ന് അങ്ങയുടെ ശബ്ദം നമുക്ക് വീണ്ടെടുക്കാം. ഉപേന്ദ്രൻ നാരായൺ, റോഡ് സുരക്ഷാ വിദഗ്ധനുണ്ട് നമുക്കൊപ്പം. ഉപേന്ദ്രൻ നാരായൺ, നമ്മുടെ ദേശീയപാത നിർമ്മാണത്തിന് ചില പോളിസിയൊക്കെ ഉണ്ടാവില്ലേ? ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ഹരിത ദേശീയപാത നയം തന്നെ നമുക്കുണ്ട്. പക്ഷെ നമ്മളത് നടപ്പിലാക്കിയിട്ടില്ല. സുരക്ഷാ മാനദണ്ഡങ്ങളുണ്ട്, അത് നടപ്പിലാക്കിയിട്ടില്ല. ഞങ്ങൾ ശിരൂരിൽ പോയപ്പോൾ കണ്ട കാഴ്ച, ഉത്തരാഖണ്ഡിൽ ഒരിടത്തല്ല 100-ലധികം സ്ഥലങ്ങൾ ഇത്തരം വൾണറബിൾ ടു ലാൻഡ് സ്ലൈഡാണ്. പക്ഷെ അവിടെ ഒരടയാളം പോലും മുന്നറിയിപ്പായി വെച്ചിട്ടില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അർജുനോടെ വാഹനം പാർക്ക് ചെയ്യില്ലല്ലോ. അത് നടപ്പിലാക്കാൻ ഏജൻസിയില്ല. ഇത് തന്നെയല്ലേ നമ്മുടെ നാട്ടിലും സംഭവിക്കുന്നത്? അതുതന്നെയാണ് താങ്കൾ പറഞ്ഞത്. ഡോക്ടർ അരുൺ പറഞ്ഞത് വളരെ ശരിയാണ്. കാരണം ഈ ദേശീയപാതകൾ
ഏറ്റവും കൂടുതൽ നിർമ്മിക്കുന്ന ഇന്ത്യയിലാണ്. റീസെൻ്റ്ലി 100 മണിക്കൂർ കൊണ്ട് 100 കിലോമീറ്റർ റോഡ് ഉണ്ടാക്കിയ ഒരു രാജ്യം ഇന്ത്യയാണ്. പക്ഷെ അത് എത്ര സുരക്ഷിതത്വം ഉള്ളതാണെന്ന് ആരും മനസ്സിലാക്കിയിട്ടില്ല. എല്ലാ കിലോമീറ്ററിലും അപകടങ്ങൾ പതിയിരിക്കുകയാണ്. കാര്യം ഇതിനൊക്കെ IRC കോഡ് ഓഫ് പ്രാക്ടീസസ് ഉണ്ട്. എങ്ങനെയാണ് നമ്മളൊരു റോഡ് പുതുതായിട്ട് കൺസ്ട്രക്ട് ചെയ്യേണ്ടത്, അതിനകത്ത് സുരക്ഷാ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്, അതൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഒരു ലാൻഡ് സ്ലൈഡ് സോണിൽ ഒരു വാർണിംഗ് സൈൻ ബോർഡും ഇല്ലാത്ത ഒരു രാജ്യമാണ് ഇന്ത്യ. താങ്കൾ പറഞ്ഞത് വളരെ ശരിയാണ്. ആ ഡ്രൈവർ അവിടെ നിർത്താൻ പാടില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഒരു നോ പാർക്കിംഗ് സൈൻ വേണം, വാർണിംഗ് ബ്ലിങ്കർ വേണം. ഇതൊന്നുമില്ലായിരുന്നു. കേരളം, കർണാടകയുടെ ദക്ഷിണ കന്നഡ, കൊങ്കൺ ഭാഗം ഇതെല്ലാം തന്നെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുകയും ലാൻഡ് സ്ലൈഡ് ഉണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ IRC കോഡ് ഓഫ് പ്രാക്ടീസസ് ഈ റെയിനി സീസൺ ഉള്ള കൂടുതൽ റെയിനി സീസൺ ഉള്ള സ്ഥലത്തേക്കായിട്ട് കുറേ വ്യത്യാസപ്പെടണം. ഇത് ഓൾ ഓവർ ഇന്ത്യക്ക് വേണ്ടി ഒറ്റ സ്പെസിഫിക്കേഷനാണുള്ളത്. അതുമൂലമാണ് ഇമാതിരി ദുരന്തങ്ങളുണ്ടായാൽ ഉടനടി ഒന്നും ചെയ്യാതെ എണീറ്റ് വരുമ്പോഴേക്കും 2-3 ദിവസം കഴിയും. കൂടാതെ റോഡ് സേഫ്റ്റി സെല്ല് ദേശീയപാത അതോറിറ്റിക്ക് ഇല്ല. നിർമ്മാണം നടത്തുക, കാശ് വാങ്ങുക, പോകുക. പിന്നെ ഈ ദേശീയപാതയ്ക്ക് ഒരു റോഡ് സേഫ്റ്റി സെൽ ഉണ്ടായിരുന്നെങ്കിൽ അപകട മേഖലകൾ എവിടൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിന് പ്രിവെൻഷൻ സ്ട്രാറ്റജീസ് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. നമ്മൾ പറയുന്നത് ഇന്ത്യയെ പറ്റിയാണ്. ഇത്രയും വികസിത രാജ്യത്തിൻ്റെ ഒന്നായി തീരാൻ പോകുന്ന ഇന്ത്യയിൽ 1,78,000 പേരാണ് പ്രതിവർഷം മരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഖജനാവിൻ്റെ 7% GDP ആണ് റോഡ് അപകടങ്ങൾക്ക് വേണ്ടി മാത്രം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത് തടയാൻ പറ്റുന്നതാണ്. ഞാൻ തെളിയിച്ചു കൊടുത്തിട്ടുണ്ട്. എനിക്ക് മാത്രമല്ല, നമുക്കൊരു സിസ്റ്റം ഉണ്ടാകണം. റോഡ് സേഫ്റ്റി എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട വിഷയമായിട്ട് താങ്കൾ ഡോക്ടർ അരുണും ഈ റിപ്പോർട്ടർ ചാനൽ ഉന്നയിക്കുന്ന പോലെ ഗവൺമെന്റ് ചിന്തിക്കണം. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മാത്രമല്ല, നോക്കൂ, എത്ര കോടി രൂപയാണ് ദേശീയപാത നിർമ്മാണത്തിന്റെ പേരിൽ നമ്മളുടെ ഖജനാവിൽ നിന്നും ഒപ്പം തന്നെ ടോളായിട്ടും ഒക്കെ പിരിച്ചെടുക്കുന്നത്. ഒരു യാത്ര ചെയ്ത് തിരിച്ചു വരുമ്പോഴേക്ക് എന്നോട് ഇവർ പറയുകയായിരുന്നു, സാധാരണ ബോംബെ വരെ പോയി തിരികെ വരുമ്പോഴേക്കും ഒരു ട്രക്ക് ഉടമ 26,000 രൂപ ടോൾ അടച്ചാണ് പോകുന്നത്. അവനോട് വിശ്രമിക്കാനൊരു ഇടമില്ല, അവന് ശുചിമുറികളിൽ പ്രവേശിക്കാൻ കഴിയില്ല, അവൻ്റെ വാഹനം അപകടകരമായ സാഹചര്യത്തിൽ പാർക്ക് ചെയ്യുമ്പോൾ അവിടെ മുന്നറിയിപ്പ് അടയാളങ്ങളില്ല. അതുപോലെ ജീവൻ പോലും കയ്യിൽ പിടിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്ന ട്രക്ക് ഡ്രൈവർമാരെയാണ് നമ്മൾ കാണുന്നത്. ആ ഘട്ടത്തിലാണ് താങ്കൾ പറഞ്ഞൊരു വളരെ പ്രസക്തമായ കാര്യമുള്ളത്. ഈ ടോളൊക്കെ പിരിക്കുന്ന ഈ കരാറുകാർക്കും കമ്പനികൾക്കും ആരോടാണ് ഉത്തരവാദിത്വം? സർക്കാർ ഖജനാവിൽ നിന്ന്, നമ്മളുടെ വാഹനങ്ങളുടെ ഉടമകളിൽ നിന്ന് പണം വാങ്ങി പിടുങ്ങുന്ന ഈ മനുഷ്യർ നമ്മളെ കൊല്ലാക്കൊല്ല ചെയ്യുകയാണോ യഥാർത്ഥത്തിൽ ഉപേന്ദ്രനാരായൺ? തീർച്ചയായിട്ടും. കാര്യം ഈ ഡ്രൈവേഴ്സ് എന്ന് പറയുന്ന കാറ്റഗറി ആൾക്കാർ ഈ രാജ്യത്തിൻ്റെ റീബിൽഡിങ്ങിൽ, പുനർനിർമ്മാണത്തിൽ വലിയൊരു പങ്ക് വഹിക്കുന്ന ഗ്രൂപ്പാണ്. പക്ഷേ അവരെ നമ്മൾ മനഃപൂർവ്വം അവഗണിക്കുകയാണ്. ഈ മുംബൈയിൽ നിന്നോ അല്ലെങ്കിൽ ഡൽഹിയിൽ നിന്നോ ഒക്കെ വാഹനം ഓടിച്ചു വരുന്ന ഡ്രൈവർ ഉറങ്ങുന്നത് ആ ലോറിയുടെ അടിയിലാണ്. നമ്മളൊന്ന് മനസ്സിലാക്കണം, അയാളൊരു മനുഷ്യജീവിയാണ്. അയാൾക്കൊരു കംഫർട്ട് സ്റ്റേഷൻ, റെസ്റ്റ് പ്ലേസ് വേണമെന്ന് 10-22 കൊല്ലമായിട്ട് ഞാൻ ആവശ്യപ്പെടുന്നതെന്ന് കഴിഞ്ഞ ദിവസവും റോഡ് സേഫ്റ്റി അതോറിറ്റി മീറ്റിങ്ങിൽ ഞാനിത് സംസാരിച്ചു. പക്ഷേ ഡ്രൈവർക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ല. ഡ്രൈവർ എല്ലാവരും ഇരുന്ന് സമരം ചെയ്താൽ എന്താ സംഭവിക്കുക? ഈ രാജ്യം സ്തംഭിച്ചു പോകും, ഇല്ലേ? അപ്പോൾ അവരെ കെയർ ചെയ്യാനും അവരുടെ സുരക്ഷ ഉറപ്പുവരുത്താനും യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പുവരുത്താനുമുള്ള യാതൊരു നടപടികളും കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്ന് ദേശീയപാതകളിൽ ഇല്ല എന്നുള്ളതാണ് ഈ ഉണ്ടായ അപകടങ്ങളും പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാനതിലേക്ക് തിരികെ വരാം. നമുക്ക് കുറച്ച് ദൃശ്യങ്ങൾ കൂടി പ്രേക്ഷകർക്ക് കാണിക്കാം. നമ്മുടെ PCR ൽ നിന്ന് ഈ നമ്മൾ കണ്ട ദൃശ്യങ്ങൾ, ഈ ചെങ്കുത്തായിട്ട് മല ഇടിച്ചിറക്കിയിരിക്കുന്ന ദൃശ്യങ്ങൾ, ഇതൊക്കെ എത്ര അശാസ്ത്രീയമാണ് എന്നുള്ളത്. വർഗീസ് കണ്ണമ്പള്ളി നമുക്കൊപ്പം ചേരുന്നു. കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റാണ്. വർഗീസ് കണ്ണമ്പള്ളി, എല്ലാ കരാറുകാരെയും അടച്ചാക്ഷേപിക്കുകയല്ല, പക്ഷെ ഞങ്ങൾ കണ്ട കാഴ്ച അവിടെ IRB എന്ന് പറയുന്ന കമ്പനിക്കെതിരെ ഇപ്പോൾ FIR ഇട്ടിട്ടുണ്ട് ഷിരൂരിൽ. കേരളത്തിലും ദേശീയപാത നിർമ്മാണം നടത്തുന്ന കരാറ് കമ്പനികളെല്ലാം ഇതേപോലെ വളരെ എളുപ്പത്തിൽ സൂത്രപ്പണി ഒപ്പിച്ച് പോകുന്ന കാഴ്ചകളാണ് കാണുന്നത്. റോഡ് സേഫ്റ്റി സെല്ലില്ല, ചോദ്യം ചെയ്യാൻ ആരുമില്ല. മണ്ഡലിച്ച് വീണാൽ ഭരിക്കുന്ന അർജുനെ പോലുള്ളവർക്ക് വേണ്ടി ഞങ്ങളെപ്പോലുള്ള കുറച്ച് മാധ്യമങ്ങൾ കുറച്ചു കാലം സംസാരിക്കുമെന്നതിനും അപ്പുറം ഇതൊന്നും ആരെയും ബാധിക്കുന്ന വിഷയങ്ങളല്ല. ഇതെന്തുകൊണ്ടാണ് ഇത്രയും വലിയ അനാസ്ഥ ദേശീയപാത നിർമ്മാണത്തിൽ ഉണ്ടാവുന്നത്? വർഗീസ് കണ്ണമ്പള്ളി, നമ്മുടെ ദേശീയപാതയുടെ കാര്യത്തിൽ 2000-ലാണ് ഇന്ത്യയിൽ ദേശീയപാത വികസന പദ്ധതി വാജ്പേയി ഗവൺമെന്റ് ആരംഭിച്ചത്. പക്ഷേ അപ്പോൾ നമുക്കറിയാം, കേരളത്തിൽ
2000 പോയിട്ട് 2020 ഇവിടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഒട്ടേറെ പ്രതിസന്ധികൾ, സ്ഥലമെടുപ്പ് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളിൽ ഒട്ടേറെ പ്രതിസന്ധികൾ അഭിമുഖീകരിച്ചുകൊണ്ടാണ് നമ്മൾ ദേശീയപാത വികസനം നടത്തിയത്. അപ്പോൾ പല സ്ഥലത്തും, പ്രത്യേകിച്ച് ഡൽഹിയിൽ നിന്ന് കാൺപൂർ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെയുള്ള വലിയ ഹൈവേകൾ, എക്സ്പ്രസ് ഹൈവേകൾ അങ്ങേയറ്റം മികച്ച സ്റ്റാൻഡേർഡിൽ തന്നെ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ നിർഭാഗ്യവശാൽ കേരളത്തിലെ ഏത് ചെറിയ റോഡ് ഉണ്ടാക്കിയാലും അതെല്ലാം ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ആണെന്ന് നമ്മൾ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ ഗതികേട്. എനിക്ക് പറയാനുള്ളത് ദൃശ്യങ്ങൾ കാണാമെങ്കിൽ ഇന്റർനാഷണൽ റോഡിന്റെ അവസ്ഥയാണ് ഈ കാണുന്നത്. അതെ, അതാണ് നമ്മുടെ പ്രശ്നം. അപ്പോൾ നമുക്ക് ഈ വികസന പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള എല്ലാ ചർച്ചകളിലും പൊതുവായി ചെന്ന് അവസാനിക്കുന്നത് എല്ലാം അഴിമതിയാണ്. പക്ഷേ ആ രീതിയിലാണ് പ്രചരിപ്പിച്ചു പോകുന്നത്. എന്തെങ്കിലും ഒരു ചെറിയ പണി കാണിച്ചുകൊണ്ട്, എന്തെങ്കിലും ഒരു തട്ടിപ്പ് കാണിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഒരു മുൻപേ പറഞ്ഞ വാചകം പോലെ എന്തെങ്കിലും ഒന്ന് കാണിച്ചുകൊണ്ട് ഒരു കോൺട്രാക്ടർക്ക് ഇന്നത്തെ നിയമവ്യവസ്ഥയിൽ രക്ഷപ്പെടാൻ പറ്റുമോ? അത് പറ്റില്ല. അപ്പോൾ എവിടെയൊക്കെയോ പാളിച്ചകൾ ഉണ്ടെന്നുള്ളതാണ്. അതിനെല്ലാം കരാറുകാരന് മാത്രം ബലിയാടാക്കുന്നത് ശരിയല്ല. പക്ഷേ പുറത്തുവിടും വരും ദിവസങ്ങൾക്കുള്ളിൽ. വടക്കൻ കേരളത്തിലെ നിർമ്മാണ കരാറെടുത്തൊരു കമ്പനി തന്നെയാണ് ഇലക്ട്രൽ ബോണ്ടിലേക്ക് കൂടുതൽ പണം കൊടുത്തിരിക്കുന്നത്. അയാൾ നിർമ്മിച്ച ദേശീയപാതയിലാണ് ഏറ്റവും കൂടുതൽ അപകടങ്ങൾ ഉണ്ടായിരിക്കുന്നത്. അതൊക്കെ നമുക്ക് വല്ലേക്ക് വരാം. ഞാൻ പറയുന്നത് ഒരു ചെറിയ കലിംഗിന്റെ നിർമ്മാണം മുതൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ നിർമ്മാണം നടക്കുന്ന ദേശീയപാതയിലെ വലിയ പ്രവർത്തികൾ ഉൾപ്പെടെ നമ്മൾ അതിന് ഡിസൈൻ തയ്യാറാക്കുമ്പോഴും, അതിന് അടങ്കൽ അല്ലെങ്കിൽ എസ്റ്റിമേറ്റ് തയ്യാറാക്കുമ്പോഴും അതിന് നമുക്ക് ആശ്രയിക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എഞ്ചിനീയറിംഗ് പ്രീ സർവേ റിസൾട്ട്സുകളാണ്. പക്ഷെ നിർഭാഗ്യവശാൽ നമുക്ക് അങ്ങനെ ഒരു കാര്യത്തിൽ വലിയ എംഫസൈസ് കൊടുക്കുന്നില്ല. അത് ചെറിയ കരാപണികൾക്കൊക്കെ ആണെങ്കിൽ ഓഫീസിൽ ഇരുന്നാണ് എസ്റ്റിമേറ്റ് ഉണ്ടാക്കുന്നത്. ഡിസൈനൊക്കെ പിന്നീടാണ്. സാങ്കേതികാനുമതി എന്ന് പറയുന്നത് വളരെ പേരിന് കൊടുക്കുന്ന ഒരു കാര്യമാണ്. അതായത് ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ കൊടുക്കുന്ന കാര്യമാണ്. ഇത് കേരളം കേൾക്കേണ്ടതാണ്. പ്രീ എഞ്ചിനീയറിംഗ് സർവേ ഈ AC മുറികളിൽ ഇരുന്ന് നടത്തുകയും ഒരു പാരിസ്ഥിതികാഘാത പഠനം കാര്യമായി നടത്താതെയുമാണ് നമ്മുടെ പല പാതകളും നിർമ്മിക്കുന്നത് എന്നുള്ളത് കേരളം കേൾക്കേണ്ടതാണ്. വർഗീസ് കണ്ണമ്പള്ളി, കഴിഞ്ഞ ആഴ്ചയിൽ ബഹുമാനപ്പെട്ട PA മുഹമ്മദ് റിയാസ് മുൻകൈ എടുത്ത് ഒരു അഖിലേന്ത്യാ സെമിനാർ സംഘടിപ്പിക്കുകയുണ്ടായി. അതിൽ ഞങ്ങൾ ആവശ്യപ്പെട്ട ഒരു കാര്യം, ഏത് ടെൻഡറിന്റെ കൂടെയും പ്രീ സർവേ റിസൾട്ട്സിന്റെ ആ ഡോക്യുമെന്റ്, ആ റിപ്പോർട്ടും അവിടുത്തെ മറ്റ് പ്രശ്നങ്ങൾ, ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ടെൻഡർ ഡോക്യുമെന്റിന്റെ തന്നെ ഭാഗമാക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു. കാരണം റോഡിന് 8 മീറ്റർ വീതിയുണ്ടെന്ന് നമുക്ക് കാണുകയും ഞങ്ങൾ പണിയെടുത്തതിന് ശേഷം ചെല്ലുമ്പോൾ 4 മീറ്റർ മാത്രമേ കാണുന്നൊരു അവസ്ഥയില്ലേ? അതെങ്ങനെ പരിഹരിക്കാൻ പറ്റും? പിന്നെ ഇവിടെ ചർച്ചയിൽ തന്നെ പറഞ്ഞതുപോലുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം, നമുക്ക് ദേശീയപാത വികസനത്തിന് 60 മീറ്റർ ആയിരുന്നു വേണ്ടിയിരുന്നത്. അപ്പോൾ അതിന്റെ 2 വശത്തുമുള്ള 7, 15 മീറ്റർ എന്ന് പറയുന്ന ഗ്രീൻ ബെൽറ്റ് ഉണ്ടാക്കാനാണ്. നമ്മൾ ചോദിച്ചു, നമ്മളെന്തിനാ ഗ്രീൻ ബെൽറ്റ് എന്ന് നമ്മുടെ ആളുകൾ ചോദിച്ചു. അവസാനം 45 തന്നെ എടുക്കാൻ വേണ്ടി എത്ര വർഷം നമ്മൾ ചർച്ച നടത്തി. 30 മീറ്ററിനകത്ത് ഈ 60 മീറ്ററിലുള്ള എല്ലാ സജ്ജീകരണങ്ങളും ചെയ്യാമെന്ന് പറഞ്ഞ വിദഗ്ധന്മാർ വരെ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ചർച്ച വന്നു. അതിന്റെ അവസാനം ഇങ്ങനെ ഇപ്പം വന്ന് നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് വേണ്ടത് എഞ്ചിനീയറിംഗ് പ്രീ സർവേക്ക് മുൻകൈ കൊടുക്കുക. അപ്പൊ അപകടം വന്നതിന് ശേഷം അന്വേഷിച്ചിട്ട് കാര്യമില്ലല്ലോ. അത് ഇനിയും നടത്താത്തത് ഉണ്ടെങ്കിൽ ഇനിയുള്ള പരിഹാരം എന്ന് പറയുന്നത് ഷിരൂരിലെ മലനിരകൾ ഇരിക്കുന്നത് പലതവണ പല ദിവസം നമ്മൾ ചർച്ച ചെയ്തതാണ്, വരച്ച് തന്നെ നമ്മൾ കാണിച്ചിട്ടുള്ളതാണ്. ഏകദേശം 280 അടിയോളം മീറ്ററോളം ഉയരത്തിൽ നിൽക്കുന്നൊരു വലിയ മല. ആ മല 180 മീറ്റർ ഇടിഞ്ഞു താഴുന്നു. അതിന് തൊട്ടു മുമ്പിൽ നിർമ്മാണം നടത്തിപ്പോയ കരാർ കമ്പനി IRB എന്ന് പറയുന്ന അവിടുത്തെ വലിയൊരു കോർപ്പറേറ്റ് റിയൽ എസ്റ്റേറ്റ് സ്ഥാപനം, ആ സ്ഥാപനമാവട്ടെ അവിടെ ഒരു റിട്ടൻഷൻ വാൾ നിർമ്മിച്ചിട്ടില്ല, അവിടെ സേഫ്റ്റി മെഷറുകൾ ഒന്നും തന്നെ ഉണ്ടാക്കിയിട്ടില്ല. അത് നേരെ ഇടിഞ്ഞിങ്ങി വരികയാണ്. ഇന്നലെ നമ്മൾ രക്ഷാപ്രവർത്തനം നടക്കുമ്പോൾ 50 മീറ്റർ മാറി അതേ പാതയിൽ അതേ സ്ഥലത്ത് അതേപോലെ മണ്ണിടിഞ്ഞ് താഴുകയാണ്. അപ്പോൾ ഈ ദേശീയപാത 66 വർഷങ്ങളായി 11 വർഷമായിട്ട് നിർമ്മാണം നടക്കുന്നൊരു പദ്ധതിയാണ്. ആ പദ്ധതിയിൽ ഇത്തരത്തിലുള്ള ഒരു സംവിധാനമോ പഠനമോ ഇല്ലാത്തത് ആരുടെ വീഴ്ചയായിരിക്കും വർഗീസ് കണ്ണമ്പള്ളി? കരാറുകാരന്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് അനുസരിച്ച് പണി ചെയ്യുക എന്നുള്ളത് അസംഭവ്യമായ കാര്യമാണ്. അത് ഇങ്ങനെ ആക്ഷേപിക്കാൻ വേണ്ടി പറയാവുന്നതേ ഉള്ളൂ. ഇവിടെ എഞ്ചിനീയറിംഗ് പ്രീ സർവേ റിപ്പോർട്ടിനകത്ത്
പറയുന്ന കാര്യങ്ങൾ ചെയ്യാനുള്ള ബാധ്യത ഡിസൈൻ തയ്യാറാക്കുന്നവർക്കും എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നവർക്കും ഉണ്ട്. അവിടെ നേരത്തെ ഉണ്ടായിരുന്ന മതില് അല്ലെങ്കിൽ കൽക്കെട്ട് അത് മാറ്റി പുനർനിർമ്മിക്കാനുള്ള ഒരു പ്രൊവിഷൻ എസ്റ്റിമേറ്റിൽ ഇല്ലെങ്കിൽ, ഡിസൈനിൽ ഇല്ലെങ്കിൽ കരാറുകാരന് സ്വന്തം ചെലവില ചെയ്യാൻ പറ്റുമോ? എന്റെ ഒരു സംശയം അതല്ല. ഇപ്പോ ഇതേപോലെ മണ്ണിടിഞ്ഞ് നാളെ നമ്മളിൽ ആരെങ്കിലും ഇതേപോലെ മണ്ണിനടിയിൽ പെട്ടുപോയാൽ ആരിതിന് ഉത്തരവാദിയാവും? ആര് കൊടുക്കും കോമ്പൻസേഷൻ? സർക്കാർ കൊടുക്കുന്ന 5 ലക്ഷം കൊണ്ട് ഇത് സാധ്യമാണോ വർഗീസ് കണ്ണമ്പള്ളി? അപ്പോൾ എന്റെ ചോദ്യം അതല്ല. നമ്മൾ കാഴ്ചക്കാരല്ല കാവൽക്കാരെന്നൊക്കെ പറഞ്ഞ വലിയ ബോർഡുകൾ നമ്മൾ വെച്ചിട്ടുണ്ടല്ലോ. ആ ബോർഡുകൾ വെച്ചിട്ടുണ്ടെങ്കിലും ദേശീയപാതയിൽ മണ്ണിടിഞ്ഞ് വീണ് ഒരാൾക്ക് അപകടം സംഭവിച്ചാൽ കരാർ കമ്പനിക്ക് ഒരു ഉത്തരവാദിത്വമില്ലേ? അതിന് ഡിഫക്ട് ലയബിലിറ്റി പീരീഡ് ഒക്കെ ഉണ്ട്. അതിനകത്ത് എസ്റ്റിമേറ്റിനകത്ത് അപാകതയാണെങ്കിൽ, ഞാൻ പറയുന്നത് ഡിസൈനിലെ അപാകതയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ടെൻഡറിംഗ് അതോറിറ്റി തന്നെയാണ് അതിന് ഉത്തരവാദി. ഡിസൈനിലെ അപാകതയാണെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ എഞ്ചിനീയറിംഗ് സർവേ നടത്തി നല്ല ഡിസൈനും നല്ല എസ്റ്റിമേറ്റും ഉണ്ടാക്കി അത് കൊള്ളാവുന്നതിനെ കൊണ്ട് വെറ്റി ചെയ്യിക്കണം. എന്റെ സംശയം അതല്ല. ആ ഡിസൈനിലെ അപാകത നിങ്ങൾക്ക് മനസ്സിലാവാതെ ആയിരിക്കുമോ ഈ കരാർ കമ്പനിക്കാര് അവിടെ ഈ സിമന്റ് പൂശാൻ ഇറങ്ങുന്നത്? അത് ഞങ്ങളെക്കാളൊക്കെ ഒത്തിരി മിടുക്കരായിരിക്കുകയല്ലേ ഈ പറയുന്ന വെറ്റിംഗ് അതോറിറ്റിയും ഈ പറയുന്ന ഏർപ്പാടാണെന്നാണ് വർഗീസ് കണ്ണമ്പള്ളി. ഞാൻ നിങ്ങളെ ആക്ഷേപിക്കാൻ പറയുന്നല്ല. ചെയ്തു കൊടുക്കുന്ന ഏജൻസികളുണ്ട്. പക്ഷെ വലിയ കോർപ്പറേറ്റുകൾ അടക്കം വലിയ ലാഭം ഉണ്ടാക്കാൻ ചെയ്യുന്ന കാഴ്ചയാണ്. ഇതിനെ രണ്ടായിട്ട് നമ്മൾ കാണണം. ടെക്നിക്കൽ ഫീസിബിലിറ്റി അല്ലെങ്കിൽ ടെക്നിക്കൽ എറേഴ്സിന് പരിഹാരം ഉണ്ടാക്കേണ്ടത് ആ സാങ്കേതിക വിഭാഗം തന്നെയാണ്. ഇംപ്ലിമെന്റേഷനിൽ എന്തെങ്കിലും കുഴപ്പം വന്നിട്ടുണ്ടെങ്കിൽ, ഉദാഹരണം ഞാൻ പറയാം, 1 മീറ്റർ വീതിയിൽ കോൺക്രീറ്റ് ചെയ്യാൻ പറയുന്നു. അങ്ങനെ ഞങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ഞങ്ങളെ ശിക്ഷിക്കണം. പക്ഷെ ആ 1 മീറ്റർ കൊണ്ട് ആ സ്ട്രക്ചർ അവിടെ നിൽക്കത്തില്ല എന്ന് തെളിഞ്ഞാൽ ആ ഡിസൈൻ 1 കിലോമീറ്റർ ദൂരത്തിൽ റിട്ടൻഷൻ വാൾ വേണമെന്ന് എസ്റ്റിമേറ്റിൽ പറയുന്നു. ഒരു കരാർ കമ്പനിക്കാർ അത് ഏറ്റെടുക്കുമ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നു ഇത് ഇത്രയും അപകട സാധ്യതയുള്ള സ്ഥലമാണ്, ഇവിടെ അതുകൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? അങ്ങനെയുള്ള ഒഴിവായി പോകാം. പക്ഷേ ഒഴിയുന്നില്ല എന്ന് മാത്രമല്ല, അതെങ്ങനെയെങ്കിലും പെട്ടെന്ന് തീർത്തു പോയി. ഈ ഞങ്ങൾ കാഴ്ചകളിൽ പലതും ഈ പെയിന്റ് അടിക്കുന്ന പോലെ സിമന്റ് പൂശി വെച്ച് പോയ പല കാഴ്ചകളും കണ്ടു. ഞാൻ തിരിച്ചു വരാം അങ്ങയിലേക്ക്. ഉപേന്ദ്രൻ നാരായണനും ഡിജോ കാപ്പനും നമുക്കൊപ്പം തുടരുന്നു. നമുക്കൊരു ചെറിയ ഇടവേള കൂടി വേണം. ഷോർട്ട് ബ്രേക്ക്. വെൽക്കം ബാക്ക്. ഷിരൂർ കുന്നുകളിൽ ഇന്നലെ സംഭവിച്ചത് നാളെ കേരളത്തിലെയും ദേശീയപാത ഓരങ്ങളിൽ സംഭവിക്കില്ല എന്ന് ഉറപ്പുണ്ടോ? നമുക്കിപ്പം ഉപേന്ദ്രൻ നാരായൺ, റോഡ് സുരക്ഷാ വിദഗ്ധൻ, ഡിജോ കാപ്പൻ, സാമൂഹ്യ പ്രവർത്തകൻ, വർഗീസ് കണ്ണമ്പള്ളി, കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് എന്നിവർ തത്സമയം ചേരുന്നു. ഡിജോ കപ്പൻ, നേരത്തെ ശബ്ദവിനിമയത്തിൽ ചെറിയ സാങ്കേതിക തടസ്സമുണ്ടായി, കാലാവസ്ഥ പ്രതികൂലമായിരുന്നുവെന്ന് കരുതുന്നു. ഡിജോ കപ്പൻ, അങ്ങേക്ക് തുടരാം. ഒപ്പം ഒരു ഭാഗത്ത് ഇത് ഡിസൈനിങ്ങിന്റെ കുഴപ്പമാണെന്ന് കരാറുകാർ പറയും, കരാറുകാരുടെ കുഴപ്പമാണെന്ന് ഡിസൈൻ ചെയ്ത കമ്പനി പറയും. ചുരുക്കത്തിൽ ജീവൻ നഷ്ടപ്പെട്ടു പോകുന്ന അർജുനെ പോലെയുള്ള ലോറി ഡ്രൈവർമാർക്കും ദേശീയപാതയിൽ വലിയ ടോൾ കൊടുത്ത് യാത്ര ചെയ്യുന്ന, നികുതി കൊടുക്കുന്ന നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്കുമാണ്. ആർക്കാണ് ഇതിൽ ഉത്തരവാദിത്വം? ആരാണ് നഷ്ടപരിഹാരം കൊടുക്കേണ്ടത്? ആരാണ് പ്രതിയാക്കപ്പെടേണ്ടത്? പേരിനൊരു FIR ഇട്ട് ഇവർ കൂളായി ഇറങ്ങിപ്പോകുന്ന കാഴ്ചയല്ലേ നമ്മൾ കാണുക? ഡിജോ കാപ്പൻ, അല്ല, ബന്ധപ്പെടുത്താനുണ്ട്. അതായത് 15 വർഷത്തെ അതിനുശേഷം ഓരോ ലിറ്റർ ഡീസൽ അടിക്കുമ്പോഴും 18 രൂപ ഈ റോഡ് സെസ് എന്ന് പറഞ്ഞുകൊണ്ട് മേടിക്കുന്നുണ്ട്. ഓരോ ലിറ്റർ ഡീസൽ അതായത് ഏതാണ്ട് 40-45 കിലോമീറ്റർ കേന്ദ്ര ഗവൺമെന്റ് നികുതി പണത്തിൽ നിന്ന് വലിയൊരു തുക ഇതിനു വേണ്ടിയിട്ട് മാറ്റിവെക്കുന്നു. അപ്പോൾ അതിന്റെ ഒരു ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ഈ റോഡ് നന്നാക്കി കിടത്തോളം അർജുനെ വീട്ടിലെത്തിച്ചോളാം. ഡിജോ കപ്പൻ, നിർഭാഗ്യവശാൽ അങ്ങയുടെ ശബ്ദം വീണ്ടും തടസ്സപ്പെടുന്നു. തുടർച്ചയായി സാങ്കേതിക തടസ്സമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വളരെ നിർഭാഗ്യകരമാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കണക്കാണ് അങ്ങ് പറയാൻ വന്നതെന്ന് എനിക്ക് മനസ്സിലാക്കുന്നു. ഉപേന്ദ്രൻ നാരായൺ, ഇതേ ചോദ്യം ഞാൻ അങ്ങോട്ട് ആവർത്തിക്കുന്നു. ഒപ്പം ഡിജോ കപ്പൻ സൂചിപ്പിക്കാൻ ശ്രമിച്ച 1 ലിറ്റർ ഡീസൽ അടിക്കുമ്പോൾ 18 രൂപ റോഡ് സെസ്സായിട്ട് നമ്മൾ പിരിച്ചെടുക്കുമ്പോൾ ആ പണമടക്കം ഉപയോഗിക്കുന്ന ഒരു ഏജൻസിക്ക് നമ്മളുടെ ജീവിതത്തെയും നമ്മളുടെ സുരക്ഷയും ഉറപ്പാക്കാനുള്ള ബാധ്യതയില്ലേ? ബാധ്യതയുണ്ട്. പക്ഷെ ആര് ഉറപ്പുവരുത്തും? അതാണ് ഈ ഉറപ്പുവരുത്തേണ്ട ഏജൻസികളാണ് ഉറങ്ങുന്നത്. കാരണം ഇപ്പോൾ വാഹനം വാങ്ങിക്കുമ്പോൾ പ്രീമിയം കാർ മേടിക്കണമെങ്കിൽ 22% റോഡ് ടാക്സ് അഡ്വാൻസ് ആയിട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ അർത്ഥം എന്താ? അടുത്ത 15 കൊല്ലക്കാലത്തേക്ക് നിങ്ങൾക്ക് നല്ല റോഡുകൾ ഞാൻ ഉറപ്പ് തരുന്നു എന്ന് പറഞ്ഞല്ലേ പൈസ മേടിക്കുന്നത്.
ഈ അഡ്വാൻസ് ആയിട്ട് റോഡ് ടാക്സ് മേടിക്കുമ്പോൾ ദാറ്റ്സ് കോൾഡ് ലൈഫ് ടാക്സ് ആണ് മേടിക്കുന്നത്. എന്നിട്ട് നമ്മൾ ടോളും കൂടെ കൊടുക്കുകയാണ്. അപ്പോൾ ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ചു എന്നുള്ള നിലയിലാണ് ഒരു വാഹനമുള്ള ആൾക്കാർ ഈ റോഡിലൂടെ പോകുന്നത്. പിന്നെ ഇങ്ങനെയുള്ള മണ്ണിടിച്ചിലും ഇപ്പം തന്നെ എറണാകുളം അരൂര് തൊട്ട് ആലപ്പുഴയുടെ അരൂര് തൊട്ട് തെക്കോട്ട് നമ്മൾ യാത്ര ചെയ്യുകയാണെങ്കിൽ ദേശീയപാത നിർമ്മാണ സ്ഥലത്ത് എന്തെങ്കിലും ഒരു സുരക്ഷാ ബോർഡ് ഉണ്ടോ? ആ സുരക്ഷാ ബോർഡ് വെക്കുന്നതിനും ബ്ലിങ്കർ സ്ഥാപിക്കുന്നതിനും റിബൺ കെട്ടുന്നതിനും ബിൽ ഓഫ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് കോൺട്രാക്ടർക്ക് ഒരു വർക്ക് അവാർഡ് ചെയ്യുമ്പോൾ നമ്മുടെ നികുതി പണത്തിൽ നിന്ന് സർക്കാർ കൊടുക്കുന്ന പൈസ ഉപയോഗിച്ച് ഈ കോൺട്രാക്ടർമാർ ഒരു ബോർഡ് പോലും വെക്കുന്നില്ല. അതിൻ്റെ ഫലമായിട്ടാണ് ആലപ്പുഴ ഡിസ്ട്രിക്റ്റിൽ തന്നെ പല റോഡ് അപകടങ്ങളും ഉണ്ടാകുന്നത്. ഈ ബോർഡ് ഇറക്റ്റ് ചെയ്യുന്നത് മൂലം നമുക്കൊരു വാർണിംഗ് സിസ്റ്റം നമുക്ക് ലഭിക്കുകയാണ്. ഈ ഷിരൂരിൽ സംഭവിച്ച അതാണ്. അങ്ങനെ സൈൻ ബോർഡ് കേരളത്തിൽ ഒന്നും തന്നെ ഒരിടത്തും ഇറക്റ്റ് ചെയ്യപ്പെടുന്നില്ല. ഇപ്പോൾ ദേശീയപാത അതോറിറ്റി കോൺട്രാക്ട് കൊടുക്കുമ്പോൾ നിശ്ചിത തുക സൈൻ ബോർഡ് വെക്കാൻ കൊടുക്കുന്നുണ്ട്. ഈ കോൺട്രാക്ടർമാർ ആ പ്രകാരം ചെയ്യുന്നുണ്ടോ എന്ന് ആരാ നോക്കുന്നത്? വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മളെ മാതിരി യാത്ര ചെയ്യുന്ന ആൾക്കാർ മറുപടി കൂടി വേണം. ഇപ്പോൾ എറണാകുളത്ത് നമ്മൾ അരൂര് മുതൽ തുറവൂർ വരെയുള്ള ഭാഗത്ത് കണ്ടില്ലേ, ഏത് മനുഷ്യനും എപ്പോഴും അപകടത്തിൽപ്പെടാവുന്ന സാഹചര്യമുണ്ട്. ഇതൊക്കെ നിർമ്മിക്കുന്ന കരാർ കമ്പനി അതുവഴി പോകുന്ന സാധാരണക്കാരൻ്റെ ജീവന്റെ കാര്യത്തിൽ എന്തെങ്കിലും അടയാളങ്ങൾ വെക്കുകയും അനുയോജ്യമായിരിക്കുന്ന സംവിധാനങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്യണ്ടേ? രണ്ട് കമ്പും കൊള്ളിയും വെച്ച് ഒരു ചുവന്ന പട്ടും അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ സുരക്ഷയായി എന്ന നിലയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ദേശീയപാത നിർമ്മാണത്തിന് കോടികൾ കരാറെടുത്തിരിക്കുന്ന കമ്പനിയാണ് ഈ വൃത്തികേട് കാണിക്കുന്നത്. ഈ ട്രാഫിക് മാനേജ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ കരാറിന്റെ ഒരു ഭാഗമാണ്. ആ എസ്റ്റിമേറ്റിൽ തന്നെ പറയും ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന്. പക്ഷേ നമുക്കുണ്ടാകുന്ന പ്രശ്നം എന്ന് പറയുന്നത് പലപ്പോഴും പലരും പല സ്വാധീനം ഉപയോഗിച്ച് അതിൽ നിന്ന് പോകാറുണ്ട്. കറക്റ്റ്. ഉദാഹരണം ഞാൻ അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഷിരൂരിൽ ഉണ്ടായിരുന്ന സമയത്തൊന്ന് അന്വേഷിച്ചപ്പോൾ വലിയ രീതിയിൽ പൊളിറ്റിക്കൽ ഫണ്ടിങ് നടത്തുന്ന ഏജൻസിയാണ്. ഒരാളും അവരെ തൊടില്ല, ഒരു ഏജൻസിയും ഇവരെ തൊടില്ല. അവർക്ക് വലിയ ടിപ്പറുകളുണ്ട്. ഒടുവിൽ അർജുനനെ രക്ഷിക്കാൻ വേണ്ടി മണ്ണുമാന്താൻ വന്ന മണ്ണുമാന്തി യന്ത്രം പോലും IRBയുടേതാണ്. അതായത് അവിടെ ദുരന്തമുഖത്ത് പോലും അവസാന നിമിഷം സർക്കാർ ഇവരെ മാത്രമാണ് ഈ ഏജൻസിയാണ് ഏർപ്പാടാക്കുന്നത്. മൊത്തം അടിമുടി കോൺട്രാക്റ്റും കരാറും കൊണ്ട് സാധാരണക്കാരൻ്റെ ജീവിതത്തെ ബലി കൊടുത്തു എന്നർത്ഥം. അങ്ങേക്ക് തുടരാം വർഗീസ് കടമ്പള്ളി. ഞാനിത് ഷിരൂരിലെ കാര്യമാണ് പറഞ്ഞത്. ഇവിടെയുമുണ്ട് പലയിടത്തും ആ കാഴ്ച. ഞാൻ ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിന്റെ കാര്യമാണ് പറഞ്ഞത്. അവിടെ എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അൺഇൻറ്ററപ്റ്റഡ് ആയിട്ട് ആൾക്കാർക്ക് സഞ്ചരിക്കാൻ അവസരം കൊടുക്കണം എന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ട് പോലും അത് നടപ്പിലാക്കാൻ പറ്റിയില്ല. കാര്യം ആ കമ്പനി, ആ ഇംപ്ലിമെന്റിംഗ് ഏജൻസി വളരെ ശക്തരായിരുന്നു. അതുകൊണ്ട് അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റിയില്ല. ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവരെ കൈമലർത്തേണ്ട അവസ്ഥയിലേക്ക് വന്നു. അതാണ് സ്ഥിതി. അപ്പോൾ വൻകിട ഒരു വിഭാഗം ആളുകൾ ഈ നിയമവ്യവസ്ഥയും കരാർ വ്യവസ്ഥകളെയും ഒക്കെ മാറ്റി നമുക്കൊരു ഭയവുമില്ല. ആ ഏജൻസി ഏതാണ് ഈ ആലപ്പുഴയിൽ? നമ്മുടെ സർക്കാരിന്റെ സ്വന്തം സംഘടനയാ ULCC ആണ്. ഊരാളുങ്കൽ അതിന് ഹൈക്കോടതിയിലെ കക്ഷി ഞാൻ ഉൾപ്പെടെ ചേർന്നു. അവിടുത്തെ സമുദായ സംഘം ഊരാളുങ്ങൾ ഞാൻ ഉൾപ്പെടെ കക്ഷി ചേർന്ന് വിധി ഉണ്ടാക്കി കൊടുത്തിട്ട് പോലും അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെയുള്ള അവസ്ഥയുണ്ട്. ഇപ്പൊ ട്രാഫിക് മാനേജ്മെന്റ് വളരെ പ്രധാനപ്പെട്ട, ഞാൻ പറഞ്ഞത് പ്രീ സർവേ എഞ്ചിനീയറിംഗ് പ്രീ സർവേ പോലെ തന്നെ അതിനകത്ത് ട്രാഫിക് മാനേജ്മെന്റ് നമ്മുടെ എസ്റ്റിമേറ്റിന്റെ ഒരു പാർട്ടാക്കണം. എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എവിടൊക്കെയാണ് ബ്ലോക്ക് ചെയ്യേണ്ടത്, ആരെയൊക്കെയാണ് ബ്ലോക്ക് ചെയ്യേണ്ടത്, എപ്പോഴൊക്കെയാണ് ബ്ലോക്ക് ചെയ്യേണ്ടത്, എത്ര ബോർഡ് വെക്കണം, ലൈറ്റ് വെക്കണം, ഇതിനൊക്കെ നമുക്ക് പ്രൊവിഷനുണ്ട്. അതെല്ലാം ഉൾക്കൊള്ളിക്കണം. അത് നടപ്പിലാക്കുന്നില്ലെങ്കിൽ എന്താണ് പ്രശ്നം? അതിനെ സൂപ്പർവൈസ് ചെയ്യുന്ന ആളുകളുടെ കുഴപ്പമാണെന്ന് നമ്മൾ പറയേണ്ടി വരും. ഞങ്ങൾ അതിന് തയ്യാറാണ്. അതായത് എസ്റ്റിമേറ്റിൽ പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യേണ്ടത് പൂർണ്ണമായും ക്വാളിറ്റി അനുസരിച്ച് ചെയ്യുന്നില്ലെങ്കിൽ ഞങ്ങളെ ശിക്ഷിക്കുന്നതിനോട് ഞങ്ങളുടെ സംഘടനകൾക്ക് വലിയ സ്വാധീനമുള്ള കമ്പനികളാകുമ്പോൾ അതും അതിന്റെ അപ്പുറവും നടക്കും. വർഗീസ് കണ്ടമ്പള്ളി, ഞാൻ അങ്ങയിലേക്ക് തിരിച്ചു. ഡിജോ കാപ്പൻ, ഇവിടെ വർഗീസ് കണ്ടമ്പള്ളി തുറന്നു പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ. ആലപ്പുഴയിലുള്ള ദേശീയപാത നിർമ്മാണത്തിന്റെ കാര്യത്തിൽ സംഭവിച്ച വീഴ്ചയടക്കം സർക്കാരിൽ സ്വാധീനമുണ്ട്. നിങ്ങളുടെ കരാർ കമ്പനിക്കെങ്കിൽ ഇവിടെ എന്ത് നടക്കും? ഇവിടെ ഒരു സിഗ്നൽ ബോർഡ് വെക്കണ്ട. ഇവിടെ മണ്ണിടിച്ച് ലംബമായിട്ടോ 90 ഡിഗ്രിയിലോ 100 ഡിഗ്രിയിലോ മണ്ണിടിച്ചു മാറ്റിയാൽ പോലും ആരും ചോദിക്കാനില്ല. മണ്ണിടിച്ചൊരു സാധാരണക്കാരന്റെ മണ്ടയ്ക്ക് വീണാൽ അവന് കോമ്പൻസേഷൻ കൊടുക്കുന്ന സമയത്ത് കൈമലർത്തും. കൂടിപ്പോയ 5 ലക്ഷം,
10 ലക്ഷം അത് കൊടുത്ത് കൈ കഴുകുന്ന സംവിധാനമാണ് ഇവിടെ ഉള്ളത് എന്നത് പറയാതെ പറയുകയാണ് വർഗീസ് കടമ്പളി. ആ ഏജൻസിയുടെ പേര് തന്നെ എടുത്തു പറഞ്ഞു. ഊരാളുങ്കൽ പോലെയുള്ള കമ്പനികളടക്കം, വലിയ റെപ്യൂട്ടഡായ കമ്പനികളടക്കം ഇത്തരത്തിൽ സാധാരണക്കാരൻ്റെ ജീവിതത്തിന് പുല്ലുവില കൽപ്പിക്കുന്നൊരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നതാണ് ഒരു നിരീക്ഷണം. ലിജോ, ലിജോ അങ്ങേക്ക് തുടരാം. അങ്ങേക്ക് കേൾക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അങ്ങേക്ക് തുടരാം. ഞാൻ അങ്ങയിലേക്ക് തിരികെ വരാം. ഉപേന്ദ്രൻ താരായി നേരത്തെ പറഞ്ഞതുപോലെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പറയുന്ന ഉന്നത സ്വാധീനമാണ്. ആ ഉന്നത സ്വാധീനം കൊണ്ടാണ് IRB കമ്പനിക്കെതിരെ പേരിനൊരു FIR ഇട്ട് കൈകഴുകിയിരിക്കുന്നത് കർണാടക സർക്കാർ. അതിലെന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയാമല്ലോ. അതിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കാരണം എന്താ? ഇത് ഡിസൈനിങ്ങിൻ്റെ തകരാറാണെന്ന് പറഞ്ഞ് കമ്പനിക്ക് നിഷ്പ്രയാസം തടിയൂരാം. ഇതാണ് കേരളത്തിൽ പിന്നെ സംഭവിക്കാൻ പോകുന്നത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മനോഹരമായ ദേശീയപാതകൾ നിർമ്മിച്ചു എന്നതിൻ്റെ പേരിൽ ഊറ്റം കൊള്ളുമ്പോൾ അതിൻ്റെ രക്തസാക്ഷികളാകാൻ കുറേ മനുഷ്യർ ഇപ്പോഴും ഉണ്ടാവും ഈ റോഡിൻ്റെ പാതയോരങ്ങളിൽ. അവർക്ക് വേണ്ടി ആരുത്തരം പറയും? അവർക്ക് ആര് നഷ്ടപരിഹാരം കൊടുക്കും? അതിനുള്ള പ്രൊവിഷൻസ് ഇതിൽ ഉൾക്കൊള്ളിക്കണ്ടേ? തീർച്ചയായിട്ടും. കാര്യം അവർക്കൊരു സംഘടന ഉണ്ടാകില്ല, അവർക്ക് രാഷ്ട്രീയ പിൻബലം ഉണ്ടാകില്ല. അതൊക്കെ തന്നെയാണ് സാധാരണക്കാരായ ജനങ്ങൾ ഒരു നിർമ്മാണ പ്രവൃത്തി വരുമ്പോൾ അനുഭവിക്കുന്ന ദുരിതം. ഇപ്പോൾ വശങ്ങളുള്ളവരുടെ കാര്യം ഉറപ്പായിട്ടും നമുക്കറിയാം. മണ്ണിടിഞ്ഞ് വീണും കാര്യം റോഡൊക്കെ എലിവേറ്റ് ചെയ്ത് കുറേ പോകുന്നതുകൊണ്ട് നമുക്ക് കുറേ ആശ്വസിക്കാം. പക്ഷേ ഒരു ബൈക്ക് ഓടിച്ചു പോകുന്ന ഞാൻ, അല്ലെ ഒരു കാർ ഓടിച്ചു പോകുന്ന എൻ്റെ സഹോദരങ്ങൾ ആലപ്പുഴ അരൂരിൽ നിന്നും ഓച്ചിറ വരെ പോകണമെങ്കിൽ മരണത്തെ മുഖാമുഖം പലപ്പോഴും കണ്ടിട്ടാണ് പോകുന്നത്. അതിനെ തടയാനായിട്ടാണ് റിഫ്ലക്റ്റീവ് സൈൻ ബോർഡ് വെക്കണം, വാർണിംഗ് ബ്ലിങ്കർ വെക്കണം, റിബൺ കെട്ടണം. ഇത് ആരുടെ ചുമതലയാണ്? കോൺട്രാക്ടർമാരുടെ ചുമതലയാണ്. കാര്യം അവർക്കാണ് ഈ ബിൽ ഓഫ് ക്വാണ്ടിറ്റീസിൽ അഡീഷണലായിട്ട് പൈസ കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ ടാക്സിൽ നിന്നാണ്, ടാക്സ് കളക്ട് ചെയ്തിട്ട പൈസയാണ് സർക്കാർ കൊടുക്കുന്നത്. ഇത് ആരുടെ ഔദാര്യമല്ല. നമ്മുടെ സുരക്ഷ ഉറപ്പുവരുത്തേണ്ടത് സർക്കാരിൻ്റെ പരമപ്രധാനമായ ഉത്തരവാദിത്തമാണ്. അതിന് വീഴ്ച വരുത്തിയേക്കുന്ന ഒരു സ്ട്രെച്ചാണ് ഞാൻ ഈ പറഞ്ഞത്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. തിരിച്ചു വരാം. വർഗീസ് കടമ്പള്ളി, ഒരു പ്രേക്ഷകൻ ഇപ്പോൾ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത് നമ്മുടെ ചർച്ച കണ്ടുകൊണ്ട് ധാരാളം ആളുകൾ ചർച്ച കണ്ടുകൊണ്ട് മെസ്സേജുകൾ അയക്കുന്നുണ്ട്. അതിലൊരു മെസ്സേജിൽ പറയുന്നത് ഓവർസിയർ മുതൽ ഇങ്ങ് താഴെ വരെയുള്ള ചീഫ് എഞ്ചിനീയർ വരെയും സൈറ്റിൽ വരാറില്ല പലയിടങ്ങളിലും. കരാറുകാർ കൈക്കൂലി വാങ്ങി വീട്ടിലിരിക്കുന്ന അവസ്ഥയാണ്. താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ പ്രീ എഞ്ചിനീയറിംഗ് സർവേ അടക്കം നടത്താതെ വീട്ടിലിരുന്ന് നടത്തി ഈ സാധാരണക്കാരൻ്റെ ജീവൻ്റെ പുറത്ത് കൈക്കൂലി വാങ്ങി സുഖിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ നമ്മൾക്ക് എന്താണ് ചെയ്യാൻ കഴിയുക? അവരോടൊപ്പം ചിലപ്പോൾ നിങ്ങളടക്കമുള്ള കരാറുകാർക്കും പോകേണ്ടി വരുന്നൊരു സാഹചര്യം ഇപ്പോഴും ഈ ദേശീയപാത നിർമ്മാണത്തിൻ്റെ കാര്യത്തിൽ ഉണ്ടാവാറില്ലേ? പലപ്പോഴും അവിഹിതമായ ഇടപെടലുകൾ, സ്വാധീനങ്ങൾ. അല്ല, നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ നമ്മുടെ എഞ്ചിനീയറിംഗ് ആ സ്ട്രക്ചർ തന്നെ മാറ്റേണ്ടതായിട്ടുണ്ട്. കാരണം ഒരു എഞ്ചിനീയർക്കും നമ്മുടെ സൈറ്റിൽ പോയി ശരിയായി കാര്യങ്ങൾ നോക്കാനുള്ള സൗകര്യമില്ല, സംവിധാനമില്ല. കാരണം ഇവർക്കെല്ലാം ഓഫീസിലെ പണികളാണ്. നമ്മുടെ ചീഫ് എഞ്ചിനീയർമാർ മുതൽ അങ്ങ് താഴോട്ടുള്ളവരും അതിന് മുകളിലുള്ള സെക്രട്ടറിമാർ ഉൾപ്പെടെയുള്ളവർക്കെല്ലാം ഫയൽ നോട്ടം മാത്രമേ പറ്റുള്ളൂ. അവർക്ക് വേറെ ഒത്തിരി ചർച്ചകളും മറ്റു കാര്യങ്ങളുമാണ്. യഥാർത്ഥത്തിൽ സൈറ്റിൽ ഒരു വർക്ക് നടക്കുമ്പോൾ അവിടെ അത് വേണ്ടവണ്ണം സൂപ്പർവൈസ് ചെയ്യാനുള്ള ഒരു സംവിധാനമല്ല ഉള്ളത്. ഡിവിഷൻ ഓഫീസർ റോഡ് മനുഷ്യരുടെ വേണം കൈക്കൂലി എന്നുള്ളതാണ് നിഗമനം. ഈ ഒരു ശ്രീജ എന്ന് പറയുന്ന മറ്റൊരു പ്രേക്ഷക എഴുതിയിട്ടുണ്ട്, NH-14 പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ റിട്ടൻഷൻ വാൾ വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഒരു കമ്പനിയുടെ ടാറ്റ ടീ കമ്പനിയുടെ ഭാഗത്ത് മാത്രം അത് കെട്ടിക്കൊടുത്തു. ആവശ്യപ്പെടുന്ന സ്വാധീനം ഉള്ള മനുഷ്യരുണ്ടെങ്കിൽ അവിടെ റിട്ടൻഷൻ വാൾ കെട്ടിക്കൊടുക്കും. അർജുനെ പോലുള്ള സാധാരണക്കാരായ ഡ്രൈവർമാരുടെ ജീവൻ ആര് വില കൽപ്പിക്കാൻ? പുല്ലുവില. അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കപ്പോൾ ഡിജോ കാപ്പൻ കൂടിയുണ്ട്. ഡിജോ കാപ്പൻ, അവസാന നിമിഷമെങ്കിലും താങ്കളെ ഞങ്ങൾക്ക് കേൾക്കാമെന്ന് കരുതുന്നു. താങ്കൾ പറഞ്ഞോളൂ. അല്ല, ഈ നമ്മുടെ നാട്ടില് ഇപ്പം കൊട്ടാരക്കര ചെങ്ങന്നൂര് റോഡ് പണിത ഏഷ്യൻ കമ്പനിയായ പതിവല, അതിന്റെ മാനേജിംഗ് ഡയറക്ടർ ആത്മഹത്യക്കുറിപ്പ് എഴുതി വെച്ചിട്ട് മരിക്കേണ്ടിരുന്നു. എത്രമാത്രം ആണ് അദ്ദേഹത്തിന് താങ്ങാൻ പറ്റാത്ത പണം കൊടുക്കേണ്ടി വന്നെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഞാൻ ഇന്നലെ അച്ചൻകോവിലിൽ നിന്ന് പാലായ്ക്ക് വന്നു. ഈ മൂവാറ്റുപുഴ പുനലൂർ ഹൈവേയില് പൊൻകുന്നം മുതൽ പാലാ വരെ ഞാൻ നോക്കി. ഒരൊറ്റ സ്ട്രീറ്റിലെ ഈ ലൈറ്റ് കത്തുന്നില്ല.
അതിൻ്റെ ബാറ്ററി മുഴുവൻ ഊരിക്കൊണ്ട് പോയിരിക്കുക സാമൂഹ്യ വിരുദ്ധർ. അപ്പോൾ ഇത് റീപ്ലേസ് ചെയ്യേണ്ടത് ആരാണ്? ഇത് അതിന് തന്നെ അന്ന് ഏതാണ്ട് ഞാൻ പത്രത്തിൽ വായിച്ചത് ഏതാണ്ട് 4 കോടി രൂപ അടുത്തോളം അതിനുവേണ്ടി മാത്രം പൊതുഖജനാവിൽ നിന്ന് കൊടുത്തെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇക്കാര്യത്തിലൊക്കെ പൊതുസമൂഹത്തിൻ്റെയും കൂടി ഒരു വ്യത്യാസമുണ്ട്. ആ റോഡിൽ തന്നെ ഞാനൊരു കാര്യം പറയാം. എഞ്ചിനീയറിങ്ങിൻ്റെ കാര്യം ഇവിടെ കണ്ണമ്പള്ളി പറഞ്ഞു. പിഴകെന്ന് പറയുന്ന കവലയിൽ ഏതാണ്ട് 11 പേരിപ്പം മരിച്ചു പല പ്രാവശ്യമായിട്ട്. റോഡ് എഞ്ചിനീയറിങ്ങിൻ്റെ പ്രശ്നമാണ്. തൊടുപുഴയിൽ നിന്ന് വിട്ടുവരുന്ന വണ്ടി പെട്ടെന്നൊരു കൊടും വളവ് കാണുക. നമ്മുടെ നാട്ടിലേക്ക് MLA വളവ് എന്നൊക്കെ പറയുന്നത് പോലെ അവിടെ ആ പേരില്ലെങ്കിൽ പോലും അത് പക്ഷേ ഇത്രയും അപകടം ഉണ്ടായിട്ടും PWD ഉദ്യോഗസ്ഥന്മാർ വന്നതൊന്ന് കറക്റ്റ് ചെയ്യാനോ ആ റോഡ് നേരെയാക്കാനോ ശ്രമിക്കുന്നില്ല. ഞാൻ പറഞ്ഞത് ആളുകളുടെ ജീവൻ നഷ്ടപ്പെടുന്നിട്ട് വരെ നോക്കിയിരിക്കേണ്ട കാര്യമില്ല. ഒരു അപകടമുണ്ടായി, രണ്ടാമത്തെ അപകടം ഉണ്ടായി, പിന്നെ 11 പേര് മരിച്ചിട്ട് പോലും അവിടെ അതൊന്നും റെക്ടിഫൈ ചെയ്യുന്നില്ലല്ലോ. എന്താ നമ്മുടെ ഇവിടെ എല്ലാം രാഷ്ട്രീയവൽക്കരിക്കുക. ഇപ്പം പാലാരിവട്ടം പാലം പണിതാരാന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ആ പാലത്തിന് വിള്ളൽ കണ്ടു എന്നൊരു വലിയ വിദഗ്ധൻ താഴെ വന്ന് നോക്കിയിട്ട് പറഞ്ഞു ഇത് ഉടനെ പൊളിച്ചോളാൻ പറഞ്ഞു. അങ്ങനെയല്ലത് ചെയ്യേണ്ടിയിരുന്നു. അന്നത് പലരും ചൂണ്ടിക്കാണിച്ചു അതൊരു ലോഡ് ടെസ്റ്റ് നടത്തണം. അവസാനം എന്താ ഉണ്ടായത്? അന്ന് അത് രാഷ്ട്രീയമായി കൈകാര്യം ചെയ്തവർ പിന്നെ ഭരണത്തിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ കേസ് സുപ്രീം കോടതി ചെല്ലുന്നത്. എന്തിനാണ് ഔട്ട്സൈഡ് കോർട്ട് എഗ്രിമെൻ്റ് ഉണ്ടാക്കിയത് കോൺട്രാക്ടറുമായിട്ട്? അത് രാഷ്ട്രീയ മുതലെടുപ്പ്. അപ്പോൾ റോഡ് കൊണ്ട് രാഷ്ട്രീയ മുതലെടുപ്പ് അല്ല നടത്തേണ്ടത്. റോഡ് പണിയുമ്പം അതിനകത്തെ മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കുന്നുണ്ടോ എന്ന് തന്നെ നോക്കണം. കണ്ടെത്താനും വേണ്ടി ഈ ദേശീയപാതയെ പോലെയുള്ള വലിയ രീതിയിലുള്ള പദ്ധതികൾ ഉപയോഗപ്പെടുത്തുന്ന സർക്കാരും രാഷ്ട്രീയക്കാരും ഇതിൽ മുഖ്യ പ്രതികൾ തന്നെയാണ്. ഒരു പ്രേക്ഷകൻ പറയുന്നു, മലപ്പുറം വളാഞ്ചേരി പാണ്ടികശാലയിൽ റോഡ് പണി നടക്കുന്ന സ്ഥലത്ത് മണ്ണിടിഞ്ഞ് വീണ് റോഡ് ബ്ലോക്ക് ആയിരിക്കുകയാണ്. ഇങ്ങനെയാണ് പെയിന്റ് അടിക്കുന്നത് പോലെയാണ് റിട്ടൻഷൻ വാളുകൾ കെട്ടി സിമന്റ് പൂശുന്നതെങ്കിൽ എങ്ങനെ വീഴാതിരിക്കുമെന്നൊരു ചോദ്യം നമ്മുടെ മുന്നിലുണ്ട്. അർജുൻ ഈ വലിയ അപാകതയിൽ അശാസ്ത്രീയമായ ദേശീയപാത നിർമ്മാണത്തിന് രക്തസാക്ഷിയാണ് എന്ന് പറയുമ്പോഴും അതിവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. നമുക്ക് ചുറ്റുമുണ്ട കാഴ്ചകൾ ഏത് നിമിഷവും ഇടിഞ്ഞു വീഴാൻ പാകത്തിൽ നിൽക്കുന്ന വലിയ കുന്നുകൾ നമ്മുടെ ദേശീയപാതയുടെ ഇരുവശങ്ങളിലുമുണ്ട്. ഒന്നും നടക്കുന്നില്ല എന്നതാണ് വാസ്തവം. വർഗീസ് കണ്ണമ്പള്ളി ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. ഡിജോ കാപ്പൽ നന്ദി. ഉപേന്ദ്രനാരായൺ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി.